JRCM മെരാ ചാർജ് നോട്ട് ചാർജ്. എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക്. ഇന്നൊരു സ്പെഷ്യൽ മീറ്റിംഗ് ആയിട്ടാണ് നമ്മൾ ഇതിനെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏപ്രിൽ 7 എന്ന് പറയുന്നത് ലോക ആരോഗ്യ ദിനമാണ്, വേൾഡ് ഹെൽത്ത് ഡേ. അപ്പൊ ഈ വേൾഡ് ഹെൽത്ത് ഡേ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാലോ. ഇത് എല്ലാത്തിനും ഒരു ദിവസമൊന്നുമില്ല, പക്ഷെ എന്നാലും കൂടി നമ്മൾ എല്ലാത്തിനും ഒരു ദിവസം കണ്ടെത്തിയത് കൊണ്ട് ആരോഗ്യത്തിന് വേണ്ടി ഒരു ദിവസമായിട്ട് നമ്മൾ അങ്ങനെ ആഘോഷിക്കുന്നത് മാത്രം. അത് 1948 WHO നിലവിൽ വന്ന ദിവസമായിരുന്നു ഏപ്രിൽ 7. അതുകൊണ്ട് ആ ദിവസത്തിനെ ലോക ആരോഗ്യ ദിനം എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം, ഇപ്പോൾ 2026 എന്ന് പറയുന്നത് RCMല് പ്രത്യേകിച്ചിട്ട് ആരോഗ്യ ക്രാന്തി വർഷമാണെന്ന് പറയാം അല്ലെ, ആരോഗ്യത്തിന്റെ ഒരു വിപ്ലവ വർഷം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇന്ന് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിനെ സ്വാസ്ഥ്യ ക്രാന്തി ദിവസം എന്ന് പറയും. അപ്പോ സ്വാസ്ഥ്യ ക്രാന്തി ദിവസമായിട്ട് നമ്മൾ 3 ദിവസം കണ്ടിന്യൂസ് ആണ് നമ്മൾ പ്രോഗ്രാം. അപ്പൊ ഇന്ന് 8:45 ഒരു പ്രോഗ്രാം, നാളെ രാത്രി 8:45 ഒരു പ്രോഗ്രാം, മറ്റന്നാളും 8:45 ഒരു പ്രോഗ്രാം. അപ്പൊ കണ്ടിന്യൂസ് 3 ദിവസം. ഇത് നമുക്ക് RCMന്റെ TCG ത്രൂ TCG സാറ് പറഞ്ഞിട്ടാണ് ഈ പ്രോഗ്രാമിന്റെ ഒരു ഉത്ഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ആദ്യം, നമുക്കറിയാം സീഡ്സ് എന്ന് പറഞ്ഞ ഓൾറെഡി മാഡം പറഞ്ഞു. അപ്പോൾ സീഡ്സ് നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സമഗ്ര ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന 5 കാര്യങ്ങളെ നമ്മൾ ശരിക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആരോഗ്യം ലഭിക്കത്തുള്ളൂ. അത് നമുക്കറിയുന്ന ഒരു കാര്യം. അപ്പൊ അതിലേക്ക് വരണമെങ്കിൽ ഇപ്പം വെറും സപ്ലിമെന്റ് കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വെറും വ്യായാമം ചെയ്തുകൊണ്ടോ ഒന്നും നമുക്ക് ആരോഗ്യം വരത്തില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങളും കൃത്യനിഷ്ഠയോടെ ചെയ്താൽ മാത്രമേ നമുക്ക് സമഗ്ര ആരോഗ്യം കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അത് കംപ്ലീറ്റ് ഹോളിസ്റ്റിക് ഹെൽത്ത്, സമ്പൂർണ്ണ ആരോഗ്യം. അപ്പൊ ആരോഗ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കിട്ടുക കുറച്ച് കിട്ടാതിരിക്കാതല്ലോ, സമ്പൂർണ്ണമായിട്ട് കിട്ടണമല്ലോ. അപ്പൊ ആ സമ്പൂർണ്ണ ആരോഗ്യം കിട്ടാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ ഈ 3 ദിവസം നമ്മൾ സീഡ്സിന്റെ സിദ്ധാന്തത്തോടെ പല ആരോഗ്യ പ്രശ്നങ്ങളെ, അതിനെ അസുഖം നമ്മൾ പറയില്ല, ചില ആരോഗ്യ പ്രശ്നങ്ങളെ എങ്ങനെ മാറ്റാൻ പറ്റുമെന്നും ഈ പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് പിന്നീട് വലിയ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ദിവസം നമ്മൾ ഉദ്ദേശിച്ചത് സീഡ്സ് എനീമിയ ഇൻ വിമൻ ആൻഡ് മെൻ, അതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പൊ നമ്മൾ പലവട്ടം പഠിച്ചൊരു കാര്യമാണ്, സ്ത്രീകൾക്ക് മാത്രമേ എനീമിയ ഉണ്ടാവൂ എന്നുള്ളത് ഒരു തെറ്റായ ധാരണയായി മാറിപ്പോയി ഇപ്പോഴത്തെ കാലത്ത്. പുരുഷന്മാർക്കും അത് ഉണ്ട് എന്നുള്ളതാണ്. അത് ഇന്നത്തെ ഈ ഒരു സെഷൻ കാണുമ്പോൾ നിങ്ങളത് കംപ്ലീറ്റ് മനസ്സിലാവും. അതുകൊണ്ട് പ്രോഗ്രാം തുടങ്ങുന്നതിന്റെ മുമ്പേ ചെറിയൊരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വീട്ടിലിരുന്നാണോ കാണുന്നത്? അപ്പൊ വീട്ടിലുള്ള എല്ലാവരെയും നിങ്ങളുടെ ചുറ്റുപാടും കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ ഈ പറയുന്നതൊക്കെ അവർ കേൾക്കും. കാരണം നമ്മളിത് പറഞ്ഞു കൊടുത്താൽ അവർ കേൾക്കത്തില്ല. പക്ഷെ വേറൊരാൾ വന്ന് പറയുമ്പോൾ അത് എന്തായാലും കേൾക്കും. അത് മാത്രമല്ല, ഇതിൽ കൂടെ കുറെ കാര്യങ്ങൾ പഠിക്കാനും പറ്റും. അപ്പോൾ മാക്സിമം വീട്ടിലുള്ള ആൾക്കാരൊക്കെ വന്ന് ഇതിന്റെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ പ്രോഗ്രാമിനെ കൊണ്ട് വലിയൊരു നേട്ടം ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം എനീമിയ എന്നുള്ളത് ഞാൻ പല ഫിസിക്കൽ മീറ്റിങ്ങിലും സൂം മീറ്റിങ്ങിലും പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഞാൻ ഈ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ രൂപാന്തര യാത്രയായിട്ട് ഓൾ ഓവർ ഇന്ത്യ പോയപ്പോൾ ശരിക്കും മനസ്സിലാക്കിയ ഒരു കാര്യം ഇതേ ഉള്ളായിരുന്നു. ബഹുഭൂരിപക്ഷം ആൾക്കാരും എനിമിക്കാണെന്ന്. കാരണം പല സ്ഥലങ്ങളിലും നമ്മൾ ഈ പരിശോധനയൊക്കെ നടത്തി. അപ്പോൾ അതൊരു വലിയ ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളുടെ നാട്ടിലുള്ള ഒരു സിസ്റ്റം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആൾക്കാരെ എത്രയും പെട്ടെന്ന് ജാഗരൂകരാക്കുകയും അവരെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരെത്രയും പെട്ടെന്ന് ഈ പറയുന്ന വലിയൊരു വിപത്തിൽ നിന്ന് രക്ഷ നേടിക്കൊടുക്കുകയും കൂടിയാണ്. അപ്പോൾ ഇത് പലവട്ടം ഞാൻ ഫിസിക്കൽ മീറ്റിങ്ങിലും അതേപോലെ സൂം മീറ്റിംഗ് ഒക്കെ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് പോയിട്ട് ഏതെങ്കിലും ലാബിൽ പോയിട്ട് നിങ്ങളുടെ ഹീമോഗ്ലോബിൻ പരിശോധിക്കുക. ആ ഹീമോഗ്ലോബിൻ നോർമൽ ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് വേണ്ട ഉപചാരങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് എത്ര ആൾ ചെയ്യുന്നുണ്ട്, എത്ര ആൾ ചെയ്തു, അതൊക്കെ സബ്ജക്റ്റീവാണ്. അതിനെപ്പറ്റി വലിയ ധാരണ എനിക്കില്ല. പല സ്ഥലങ്ങളും പോയപ്പോൾ ഇപ്പൊ 100 ആൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 5 ആളോ അല്ലെങ്കിൽ 3 ആളോ കയ്യിൽ കൊണ്ടുതരും. ബാക്കി ആൾക്കാരൊന്നും അത് ചെയ്തിട്ടുമില്ല, അവരാ പറഞ്ഞത് മറന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഇതിനെ വീണ്ടും കാര്യമായിട്ട് കേൾക്കുക, എന്നിട്ട് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ പരീക്ഷ എല്ലാം കഴിഞ്ഞ് കുട്ടികൾക്കൊന്നും ഇനി കലിപ്പാൻ പറയാനുമില്ല, കോളേജിൽ പോയാലും സ്കൂളിൽ പോയെന്നൊക്കെ. അപ്പൊ എല്ലാവരും വീട്ടിൽ കാണും. അപ്പൊ ഏതെങ്കിലും ഒരു ദിവസം കണ്ടെത്തുക, എന്നിട്ട് പോയിട്ട് കുടുംബസമേതം പോയിട്ട് ഹീമോഗ്ലോബിൻ പരിശോധിക്കുക. എന്നിട്ട് ഓരോ വ്യക്തികളുടെയും ഹീമോഗ്ലോബിന്റെ അളവ് എന്താണെന്ന് മനസ്സിലാക്കുക. കാരണം ഇത് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് മാത്രമാണ്. ഇത് നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്തൊക്കെയാണ് നമ്മളെ തേടി വരിക എന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിനിപ്പോ നമ്മൾ ആരോഗ്യത്തിന്റെ ഒരു അവസ്ഥ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ പിന്നീട് അത് മാരകമായിട്ടുള്ള രോഗമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ലോക ആരോഗ്യ ദിനം എന്ന് നമ്മൾ 7-ാം തീയതി ആഘോഷിക്കുന്നുണ്ടെങ്കിലും 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഏപ്രിൽ 5, ഏപ്രിൽ 6, ഏപ്രിൽ 7 നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം TCG പറഞ്ഞിട്ട് നടത്തുന്നത്.
അപ്പൊ നിങ്ങൾ എല്ലാവരും ആരോഗ്യത്തോടെ വരിക എന്നുള്ളതാണ് അത്യാവശ്യം. കാരണം ന്യൂട്രിചാർജ് പറയുന്ന പോലെ സബ്സെ പഹലെ സെഹത്ത്, ആദ്യം വേണ്ടത് ആരോഗ്യമാണ്. ആരോഗ്യമില്ലെങ്കിൽ ബാക്കി എന്തുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ആരോഗ്യം നേടി നമ്മൾ മുന്നോട്ട് പോകുക. അതെങ്ങനത്തെ ആരോഗ്യമായിരിക്കണം? സമഗ്രമായിട്ടുള്ള ആരോഗ്യമായിരിക്കണം, അല്ലെ? അപ്പോ നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, അതിലേക്ക് പോകുന്നതിന്റെ മുമ്പേ ജസ്റ്റ് ഒരു ചെറിയൊരു അനൗൺസ്മെന്റും കൂടി പറയാനുണ്ട്. അത് ചില ആൾക്കാര്, നമുക്കറിയാം, ഈ വീരാംഗന ആൻഡ് വീർ ക്ലബ്ബ് വീണ്ടും തുടങ്ങാൻ പോവുകയായിരുന്നു. കേരളത്തിലെ പല ആൾക്കാരും എന്നോട് എല്ലാം ചോദിക്കും, സാർ ഇത് എപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത്, എപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത്? അതിപ്പോ തുടങ്ങാൻ പോവുകയാണ്. പക്ഷേ പല ആൾക്കാർക്കും അത് ക്ലിയറായിട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ അല്ലെ ചില ആൾക്കാർ അത് കഴിഞ്ഞതിന് ശേഷം March 31 ലാസ്റ്റ് ആയിരുന്നു, എന്നോട് പറഞ്ഞു പിന്നെ 1-ാം തീയതി 2-ാം തീയതിക്ക് വിളിക്കുന്നത്. സാറെ March 31 ഞങ്ങൾ പല ആൾക്കാരും ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ആസ് യൂഷ്വൽ ഞാൻ കമ്പനിയെ വിളിക്കുന്നു. അപ്പോ 5-ാം തീയതി വരെ കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം 5-ാം തീയതിയാണ് ഇന്നലെ ഞാൻ ലിങ്ക് ഇട്ട് തന്നിരിക്കുന്നത്, ലിങ്ക് വരുന്നവരെ. പക്ഷെ ഇന്ന് ഞാൻ ലിങ്ക് ഇടുമ്പോഴും എനിക്ക് 2-3 കോള് വന്നു, സർ ഒരു 2 ദിവസം കൂടി. അപ്പോൾ അവസാനമായിട്ട് ഒരു 10-ാം തീയതി വരെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ April 10 വരെ നിങ്ങൾ ന്യൂട്രിചാർജിന്റെ ആ വുമന്റെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്ലബിന്റെ ഭാഗമാകാം. ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. പല ഗ്രൂപ്പുകളുണ്ട്, ലീഡേഴ്സും അയച്ചു തരും, നിങ്ങൾക്ക് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് 10-ാം തീയതിക്ക് ശേഷം രജിസ്റ്റർ ചെയ്യാം. ഇനി ക്ലാസ് എന്ന് തുടങ്ങും. ക്ലാസ് തുടങ്ങുക May മാസം 1-ാം തീയതിയാണ്, അല്ല May മാസത്തിലാണ് തുടങ്ങുക. ആ May മാസം ക്ലാസ് തുടങ്ങുമ്പോൾ അത് ഒരു 4 ആഴ്ചത്തെ കോഴ്സ് ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. അതിന്റെ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഈ വലിയ പ്രസന്റേഷനിലേക്ക് ഒന്ന് പോകണം. എല്ലാവരും നോട്ട്ബുക്ക് എടുത്തിട്ടൊന്ന് എഴുതി വെക്കുക, കാരണം അത് അത്യന്താവശ്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ വീണ്ടും നമുക്ക് സംശയങ്ങൾ വരും. അതുകൊണ്ട് എഴുതുക, എന്നിട്ട് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുക, അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മഹത്നീയമായ ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാസ്ഥ്യ ക്രാന്തി ദിവസ്, അതിന്റെ Day 1 ആണ് ഇന്ന്, 5th April 26. സീഡ്സിന്റെ സിദ്ധാന്തത്തോടെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എനീമിയ ഇൻ വിമൻ ആൻഡ് മെൻ. അതുകൊണ്ട് ഇത് സ്ത്രീകൾക്കുള്ളതെന്ന് വിചാരിച്ച പുരുഷന്മാർ വരാതിരിക്കുകയോ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കുള്ളതെന്ന് വെച്ചാൽ ആൺകുട്ടികൾ വരാതിരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. നമ്മൾ ഇത്രയും പെട്ടെന്ന് നിങ്ങൾ മറ്റുള്ളവരൊക്കെ വിളിച്ചുകൊണ്ടു ഇതിന്റെ മുമ്പിൽ എത്തുക. കാരണം ഇന്ന് പറയാൻ പോകുന്നത് അങ്ങനത്തെ ചില സാധനങ്ങളാണ്. ഒരുപക്ഷെ നമ്മൾ ഇതൊക്കെ അറിഞ്ഞുകൂടായിരിക്കാം. നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ നമ്മളിത് പറഞ്ഞു കൊടുക്കാൻ കൂടിയാണ്. അപ്പോൾ എഴുതുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് ഒരു 2-3 സ്ലൈഡ് ഞാൻ വീരാംഗനെ പറ്റിയും കൂടി പറയാം. കാരണം പല ആൾക്കാർക്കും അത് ഇപ്പോൾ സംശയത്തിലാണ്, പല ആൾക്കാർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്ന് കേട്ടോളൂ. ഓക്കെ, അപ്പോ ന്യൂട്രിചാർജിന്റെ പുതിയ രൂപത്തിലുള്ള വീരാംഗന ആൻഡ് വീർ ക്ലബ്ബ് തുടങ്ങാൻ പോകും. May മാസം തുടങ്ങും. പക്ഷെ രജിസ്ട്രേഷൻ ഇന്ന് മുതൽ തുടങ്ങി കഴിഞ്ഞു. പക്ഷെ March 31 അവസാന തീയതി. പക്ഷെ March 31 പല ആൾക്കാരും ചെയ്തില്ല, അല്ലെങ്കിൽ ചില ആൾക്കാർ അത് അറിഞ്ഞില്ല എന്നെല്ലാം പറഞ്ഞ് പല ആൾക്കാർ ചോദിച്ചുകൊണ്ട് ഞങ്ങളത് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെ കുറച്ചും കൂടി ഒന്ന് വലിച്ചു നീട്ടി. ഓക്കെ, അപ്പൊ 3 തരത്തിലായിട്ടുള്ളത്, 3 ലെവൽ. അപ്പൊ ഫൗണ്ടർ വീർ ആൻഡ് വീരാംഗന ക്ലബ് ഒരു വിനീതമായ അഭ്യർത്ഥനയുണ്ട് എല്ലാവരോടും. നിങ്ങൾ ഡയറിയോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കോ പേനയോ വെച്ചിട്ടിരിക്കുക. കാരണം ഇവിടുന്ന് പറയുന്നത് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഇവിടെ ഇരിക്കുന്നതിന് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ ലോക ആരോഗ്യ ദിനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ, ആരോഗ്യം കിട്ടത്തുമില്ല. ഓക്കെ, അപ്പോൾ എല്ലാം എഴുതി വെക്കുക. അല്ലാതെ ഇതിന്റെ ഫോട്ടോ എടുത്ത് വെക്കുക എന്ന് വിചാരിക്കുമ്പോൾ അത് വലിയ തെറ്റാണ്. കാരണം അതൊന്നും കയ്യിൽ നിൽക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മുമ്പേ പറഞ്ഞേക്ക് നിങ്ങൾക്ക് കയ്യിൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഉണ്ടാവില്ല, കാരണം അത് നമ്മൾ ഡിലീറ്റ് ചെയ്തു. പക്ഷെ നോട്ട്ബുക്കിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ അവിടെ കാണും. ഓക്കെ, അപ്പൊ 3 ലെവലാണ് ഈ ഫൗണ്ടർ വീരാംഗന ആൻഡ് വീർ ഉള്ളത്. അപ്പൊ വീരൻ വീരാംഗന ക്ലബ് ഉള്ളത്. ആദ്യത്തേത് ഫൗണ്ടർ വീർ ആൻഡ് വീരാംഗന ക്ലബ്, രണ്ടാമത്തേത് വീർ ആൻഡ് വീരാംഗന ക്ലബ്, മൂന്നാമത്തേത് പ്രോ വീർ ആൻഡ് വീരാംഗന ക്ലബ്. ഇത് ഫിസിക്കൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ സ്കൂളൊക്കെ പഠിക്കുന്ന പോലെ പ്രൈമറി സെക്ഷൻ, സെക്കൻഡറി സെക്ഷൻ, മൂന്നാമത്തെ കോളേജ്, അങ്ങനെ 3 തട്ടുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ നോക്കാം. ഫൗണ്ടർ വീരാംഗന ആൻഡ് വീർ ക്ലബില് നമുക്ക് ചേരണമെങ്കിൽ എന്താണ് ചെയ്യാനുള്ളത്? ഇത്രേ ചെയ്യാനുള്ളൂ. ന്യൂട്രിചാർജ് വുമൺ 5 ചെയ്യുക. അപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ 3-4 ആൾക്കാർ വിളിച്ചു. ചില ആൾക്കാർ വളരെ പോസിറ്റീവാണ്, ചില ആൾക്കാർ വളരെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ആൾക്കാരാണ്. പക്ഷെ ചില ആൾക്കാർ സംശയമുണ്ട്, സർ ഈ മാസം 5 ചെയ്ത് ഞാൻ അതിന്റെ അകത്ത് വന്നു കഴിഞ്ഞു, പിന്നെ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലാതെ ഈ 5ഓടെ സമാപ്തിയല്ല. കാരണം ക്ലബിൽ നിൽക്കുന്ന സമയത്ത് നമ്മളിത് കൂടുതൽ എന്തുകൊണ്ടാണ് ഈ ന്യൂട്രിചാർജ് വുമൺ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്? ഇപ്പൊ ചില ആൾക്കാർ, സർ ഞാൻ ന്യൂട്രിചാർജ് വീരിൽ പോകാന്ന്, അപ്പൊ ന്യൂട്രിചാർജ് മാൻ ചെയ്താൽ മതിയൊന്നും ഇല്ല, ന്യൂട്രിചാർജ് വീരാംഗന തന്നെയാണ് ചെയ്യേണ്ടത്. സോറി, ന്യൂട്രിചാർജ് എന്റെ വുമൺ തന്നെയാണ് ചെയ്യേണ്ടത്. എന്താ കാരണം? നമ്മൾ മിഷൻ 15 crore എന്ന് പറഞ്ഞൊരു വലിയൊരു ദൗത്യത്തിന്റെ പുറകെയുള്ളത് അറിയാലല്ലോ അവർക്ക്. 15 കോടി പെൺമക്കൾക്ക് ആരോഗ്യം കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ അത് മാറി 15 കോടി വീടുകൾക്ക് ആരോഗ്യം കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് ന്യൂട്രിചാർജ് വുമണിനെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അവിടെ. അപ്പൊ അത് ഇന്നത്തെ ഈ പ്രസന്റേഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ 5 ന്യൂട്രിചാർജ് വുമൺ നിങ്ങളെ സെൽഫ് ഐ ഡി ചെയ്യുക, എന്നിട്ട് ഭാഗമാകാം. ഇനിയിപ്പോ നിങ്ങൾക്ക് സെൽഫ് ഐ ഡി ഇല്ല, നിങ്ങൾ ഈ ക്ലബിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇവിടെ പഠിപ്പിക്കുന്നതൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ സെൽഫ് ഐ ഡി ഇല്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛന്റെയോ അമ്മയുടെയോ പെങ്ങളുടെയോ അതിന്റെ ഐഡിയയിൽ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ വന്നിരിക്കാൻ പറ്റും. അപ്പോൾ അയക്കുന്ന സമയത്ത് ജസ്റ്റ് അയച്ചാൽ മതി, വൈഫ് ഓഫ്, ഹസ്ബൻഡ് ഓഫ്, സൺ ഓഫ്, ഡോട്ടർ ഓഫ് എന്ന് പറഞ്ഞിട്ട് അയച്ചാൽ മതി. ഓക്കെ, സോ എനിബഡി ക്യാൻ കം.
അപ്പൊ രജിസ്ട്രേഷൻ ഇന്ന് മുതൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. 4 ആഴ്ചയുടെ കോഴ്സ് ആയിരിക്കും. കോഴ്സ് മെയ് 2026 തുടങ്ങും. ഒരു സെഷൻ വീണ്ടും വീണ്ടും കാണിക്കും. കാരണം സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് വീണ്ടും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. നമ്മൾ ഇതിനെ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഫൗണ്ടർ വീരാംഗന ആൻഡ് വീർ ക്ലബിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എത്രയും പെട്ടെന്ന് വീർ ആൻഡ് വീരാംഗന ക്ലബിലോട്ടേക്ക് കയറ്റി വിടുക എന്നുള്ളതാണ്. പ്രൈമറി സെക്ഷനിൽ പഠിക്കുന്നവരെ എത്രയും പെട്ടെന്ന് സെക്കൻഡറി സെക്ഷനിലേക്ക് കൊണ്ടുപോകല്ലോ, അതുപോലെ. അപ്പോ അങ്ങനെ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ്, മനോഹരമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പേരൊക്കെ പതിച്ചു കൊണ്ട് തരുന്നതായിരിക്കും. രണ്ടാമത്തെ ലെവലാണ് വീർ ആൻഡ് വീരാംഗന ക്ലബ്. ഓക്കെ, അപ്പൊ ഇതിലെന്താ ഉള്ളത്? ഇതിൽ 5000 PV ചെയ്യുക. 5000 PV ന്യൂട്രിചാർജ് ഏത് പ്രൊഡക്റ്റ് കൊണ്ടും ചെയ്യുക. പക്ഷെ അതിൽ 15 ന്യൂട്രിചാർജ് ഫോൺ ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 4900 PV അതുകൊണ്ട് തന്നെ ആവും, ന്യൂട്രിചാർജ് ഫോൺ കൊണ്ട് തന്നെ. പിന്നെ വല്ല 2 റിഫ്രഷറൊക്കെ മേടിച്ചിട്ട് അതിന്റെ താകാന്നേ ഉള്ളൂ. പക്ഷെ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, കൂടുതൽ കൂടുതൽ മുന്നോട്ടേക്ക് പോകുക, ഉയരങ്ങളിലേക്ക് പോകുക എന്നുള്ളതും. പിന്നെ നമ്മൾ ഈ മിഷൻ 15 ക്രോറിന്റെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് ന്യൂട്രിചാർജ് വുമൺ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെ ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടാകണം. ആരോഗ്യത്തിന്റെ ആഘോഷം എന്നുള്ള പുസ്തകം കയ്യിലുണ്ടാകണം. രണ്ടാമത്തെ പുസ്തകം സബ്സെ പഹലെ സെഹത്, അത് മലയാളം പതിപ്പ് തന്നെ വരും. അപ്പോൾ അതും നിങ്ങളുടെ കയ്യിലുണ്ടാകണം, വന്നു കഴിഞ്ഞാൽ മേടിച്ചാൽ മതി. പിന്നെ ANCC കോഴ്സ് അതിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, പിന്നീട് ചേരേണ്ട ആവശ്യമൊന്നുമില്ല. ചേർന്നിട്ടുണ്ടെങ്കിലും പിന്നീട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുവരെ ചേർന്നിട്ടില്ല, പക്ഷെ നിങ്ങൾ ഈ ക്ലബ്ബിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ രജിസ്ട്രേഷൻ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇത് കമ്പൽസറി ആണ്. പിന്നെ ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനീമിയാസ മുക്തി എന്നുള്ള മിഷൻ 15 ക്രോറിന്റെ ഒരു ബാഡ്ജ് കിട്ടും, അതുപോലെ ഒരു സർട്ടിഫിക്കറ്റും കൂടി കിട്ടും. ഓക്കെ, പിന്നെ അടുത്തത് രജിസ്ട്രേഷൻ സെയിം എല്ലാം പോലെ തന്നെ ഇന്ന് മുതൽ തുടങ്ങി കഴിഞ്ഞു. 4 ആഴ്ചത്തെ കോഴ്സ് മെയിൽ തുടങ്ങും കോഴ്സ്. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ദേശം വീരാംഗന ആൻഡ് വീർ ക്ലബ്ബിൽ നിന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് പ്രോ വി ആൻഡ് വി ക്ലബിലേക്ക് കൊണ്ടുപോകുക. അപ്പൊ ഇതിലേക്ക് വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇത് കുറച്ച് ഹൈ ലെവലാണ്, നമുക്കറിയാം. കാരണം ഇത് ഒരു കോളേജ് ലെവൽ എന്നൊക്കെ പറയുന്ന പോലെയാണല്ലോ. അപ്പൊ 25000 PV ന്യൂട്രിചാർജിന്റെ ഉള്ള ബാക്കി 23 പ്രൊഡക്റ്റ് കൊണ്ടും ചെയ്യാം. പക്ഷെ അതിൽ 30 പീസ് ന്യൂട്രിചാർജ് വുമൺ ആയിരിക്കണം. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, പിന്നെ നിബന്ധനകൾ ഇത് തന്നെ സെയിം. ഈ 3 സാധനങ്ങൾ ഉണ്ടാവണം, നിങ്ങളുടെ ഭാഗമായിരിക്കണം. ബാക്കി രജിസ്ട്രേഷൻ ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. 4 ആഴ്ചയായിരിക്കും കോഴ്സ്. മെയ് 2026 മുതൽ തുടങ്ങും. ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 25000 PV ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ എത്രയും പെട്ടെന്ന് 50,000 PVയിലേക്ക് പോവുകയും അതിൽ കൂടെ അദ്ദേഹം എല്ലാ മാസവും 5 ജോയിനിങ്ങും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ടീം വളർത്തുക. ഇത് ഇവിടെ 5 ജോയിനിങ് ഇമ്പോർട്ടൻസ് കാണിച്ചതുകൊണ്ട് ബാക്കിയുള്ള ലെവലിലുള്ള ആൾക്കാർ ജോയിനിങ് ചെയ്യേണ്ടെന്നല്ല എന്റെ അർത്ഥം കേട്ടോ. എത്രയധികം ജോയിൻ ചെയ്യുന്നു അത്രയധികം മുന്നോട്ടേക്ക് പോകാൻ പറ്റും, നമുക്ക് ടീം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെല്ലാവർക്കും ഉള്ളതാണ്. അപ്പം മൊത്തത്തിൽ ഒരു വലിയ ഒരു കോൺഫിഡന്റ് ബിൽഡിംഗ് ക്ലബായി മാറും. നിങ്ങൾക്ക് വലിയ നോളജബിൾ ആയിട്ട് നിങ്ങളെ മാറ്റും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ടോട്ടൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആയിരിക്കും. അങ്ങനെ ആണ് ഇതെനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീർ വീരാംഗന ബാഡ്ജ് കിട്ടും, അനിമിയാസ മുക്തി ബാഡ്ജ് കിട്ടും, സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പൊ ഈ 3 തട്ടുകളാവുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ വീരാംഗന ക്ലബിനെ പറ്റി പറയാനുള്ളത് ഇതായിരുന്നു, വീരാംഗന ആൻഡ് വീർ ക്ലബിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ 10-ാം തീയതി വരെ നിങ്ങൾക്ക് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ഇതിന്റെ ഭാഗമാകാം. ഓക്കെ, ശരി. ഇനിയിപ്പോ ചില ആൾക്കാർ സംശയം ഇനിയും വരുമായിരിക്കും, സാറേ കഴിഞ്ഞ മാസം 3 ചെയ്തു, ഇനി പ്രാവശ്യം 2 ചെയ്തിട്ട് വരാൻ പറ്റുമോ? ഇല്ല, കഴിഞ്ഞ മാസം കഴിഞ്ഞു, ഇനി ഈ മാസമാണ് പുതിയതാണ് ഇത്. ഈ മാസം എല്ലാ മാസവും 5 തന്നെ ചെയ്യണം. ഓക്കെ, റൈറ്റ്. അപ്പോ വാർഷിക ആഘോഷം ഈ വീർ വീരാംഗന ക്ലബിലുള്ള ആൾക്കാർക്ക്, പണ്ടുള്ള ആൾക്കാർക്കും പണ്ട് ഇവിടെ ഉള്ള ആൾക്കാർക്കും എല്ലാം അറിയാം. അത് വാർഷിക ആഘോഷം ഉണ്ടാവാറുണ്ട്, വലിയ ഗ്രാൻഡ് പ്രോഗ്രാമുകൾ ഉണ്ടാകുക. അത് ഈ തവണ RCM വേൾഡ് ഭിൽവാറയിലായിരിക്കും നടക്കുക. നമുക്ക് എല്ലാവർക്കും കൂട്ടത്തോടെ ഈ ക്ലബിലുള്ള ആൾക്കാർക്കും നമുക്കെല്ലാം കൂടി ആനുവൽ സെലിബ്രേഷന് വേണ്ടി ഭിൽവാറയിലേക്ക് ഒരിക്കലും കൂടി പോകാം. ഓക്കെ, റൈറ്റ്. അപ്പോ ഇനി നമുക്ക് ഇന്നത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷനിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, ഇന്ന് ആദ്യം ഞാൻ അനീമിയ ഇൻ വിമൻ പറയും, അതിനുശേഷം നമ്മൾ അനീമിയ ഇൻ മെന്നും പറയും. ഓക്കെ, അപ്പൊ അനീമിയ ഇൻ വിമൻ പറയുമ്പോൾ അതിനെപ്പറ്റി കംപ്ലീറ്റ് ഡീറ്റെയിൽ സീഡ്സിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എന്തൊക്കെ കഴിക്കണം എന്നുള്ള പ്രോഡക്ട്സുകളും സപ്ലിമെന്റ്സിന്റെ ഭാഗം വരുമ്പോൾ പറയും. അതുപോലെ തന്നെ മെന്നിലേക്ക് പറയും. അപ്പൊ 9:12 ആയിട്ടുണ്ട്. നമുക്കറിയാം കറക്റ്റ് 10:30 ആകുമ്പോഴേക്കും പരിപാടി നിർത്തണം. കാരണം ഇവിടെ ഞാൻ പറയാ നിങ്ങളോട് കൃത്യം ഇത്ര സമയം ഉറങ്ങണമെന്ന്, എന്നിട്ട് ഞാൻ തന്നെ നിങ്ങളെ സമയം അപരിച്ചാല് ആ പറയുന്നതും ചെയ്യുന്നതിന് യാതൊരു അർത്ഥം ഉണ്ടാവില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8:45 പ്രോഗ്രാം എങ്കിൽ എല്ലാ ദിവസവും നമുക്ക് 8:45 പ്രോഗ്രാം ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ഡിന്നർ അതിന്റെ മുന്നേ ആയിരിക്കണം. അല്ലാതെ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കാനോ അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ നടുവിൽ ഡിന്നർ കഴിക്കാൻ പറയുമ്പോഴേക്കും അതെല്ലാം ഒരു ആരോഗ്യപരമായിട്ട് വലിയ സുഖമുള്ള കാര്യമായിരിക്കും. സോ അതൊന്ന് ശ്രദ്ധിക്കാം. റൈറ്റ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് മുന്നോട്ടേക്ക് നീങ്ങാം. എല്ലാവരും ശ്രദ്ധിച്ച് ഇരിക്കുക, ശ്രദ്ധിച്ച് എഴുതുക. വീട്ടിലുള്ള ആൾക്കാരെല്ലാം കൊണ്ടു നിന്റെ മുന്നിൽ ഇരുത്തുക. റൈറ്റ്, പ്രത്യേകിച്ച് കുട്ടികളെ. ഓക്കെ, ഇനി മെൻസ്ട്രേഷൻ. കാരണം ഇതൊക്കെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഞാൻ പലവട്ടം പല പ്രോഗ്രാമുകൾ ചെയ്യാൻ പോയ സമയത്ത് ഓൾ ഓവർ ഇന്ത്യയിൽ ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട്. കാരണം ഇതൊക്കെ ഒരു എന്താ പറയുക നാച്ചുറൽ പ്രോസസ് ആണല്ലോ. ഒരു ആൺകുട്ടി പുരുഷനാവുന്നതും ഒരു പെൺകുട്ടി സ്ത്രീയാവുന്നതും പ്രോസസ്. അത് നമ്മളുടെ വീട്ടിൽ മാത്രം നടക്കുന്നതൊന്നും അല്ലത്, അത് ലോകമെമ്പാടും നടക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ കൊണ്ട് ഒരു ചടപ്പോ അല്ലെങ്കിൽ നമ്മളത് ചമ്മലോ അല്ലെങ്കിൽ അത് പറയാൻ
ഞാൻ ബുദ്ധിമുട്ടുവാകുന്നതിനൊന്നും യാതൊരു അർത്ഥമില്ല. കാരണം ഞാൻ പല ആൾക്കാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് മീറ്റിംഗ് നടക്കുമ്പോൾ, നിങ്ങൾ പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ഈ പീരീഡ്സ് ഒക്കെ ആവുന്ന ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം. കാരണം നിങ്ങൾ ഒരു പെൺകുട്ടിയായിരുന്നു, പിന്നെ സ്ത്രീയായി, പിന്നെ അമ്മയായി. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ വന്ന മാറ്റങ്ങളൊക്കെ എന്തൊക്കെ നിങ്ങൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾ ഈ പറയുന്ന പെൺകുട്ടികൾക്ക്, നിങ്ങളുടെ പെൺകുട്ടികൾ ഇപ്പൊ പീരീഡ്സ് തുടങ്ങിയപ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ, അവരുമായിട്ട് സംസാരിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വളരെ ആശ്ചര്യജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഞാൻ കണ്ടത്. 1%, 2% ആൾക്കാർ മാത്രം കഷ്ടിച്ചിട്ട് കുട്ടികളോട് സംസാരിക്കുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് എവിടുന്നാ നോളജ് കിട്ടുക ഇതിനെപ്പറ്റി? ഇതെന്താന്ന് അവർക്ക് എങ്ങനെയാ മനസ്സിലാകുക? ഇതിൽ കൂടെ വരുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റി അവർക്ക് എന്ത് മനസ്സിലാവും? അതുകൊണ്ട് അവർക്ക് എവിടുന്ന നോളജ് കിട്ടുക? എവിടുന്ന് നോളജ് കിട്ടാനില്ല. അതുകൊണ്ട് അവരെ ഫ്രണ്ട്സിനോട് ചോദിക്കും. ആ ഫ്രണ്ട്സിന്റെ അവസ്ഥ സെയിം തന്നെയായിരിക്കുമല്ലോ. അവരെ അച്ഛനമ്മയൊന്നും സംസാരിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം ഞാനും നോക്കിയത് 1000-ൽ ഒരു 10 പേരാ സംസാരിക്കുന്നത്. അപ്പൊ പിന്നെ പെർസെന്റേജ് എന്തുവാ ചിന്തിച്ചു നോക്കി. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രോഗ്രാമിന് മുമ്പിൽ അവരെ കൊണ്ടുവരിക. കുറെ കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ തന്നെ ഏറെക്കുറെ തെറ്റിദ്ധാരണകളൊക്കെ അങ്ങ് മാറും. കുറച്ചും കൂടി കോൺഫിഡന്റ് ആയിരിക്കും, കുറച്ചും കൂടി സമാധാനം കിട്ടും അവർക്ക്. ഇല്ലെങ്കിൽ ടെൻഷൻ ആയിരിക്കും. ആ ടെൻഷന്റെ മുകളിൽ ടെൻഷൻ വരികയും പിന്നെ അത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകുന്നതും നമ്മൾ ഇപ്പോൾ ചുറ്റും കാണുന്നുണ്ട്. അപ്പൊ ഇതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോ മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ നാച്ചുറൽ ആണ്. അത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. അത് എല്ലാ പെൺകുട്ടികൾക്കും സംഭവിക്കും. ഇതിനെ കൊണ്ട് എന്താണ് പ്രകൃതി ഉദ്ദേശിക്കുന്നത്? ഇതിനെ കൊണ്ട് പ്രകൃതി ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്നലെ വരെയുള്ള പെൺകുട്ടി ഇന്നൊരു അമ്മയാവാൻ വേണ്ടിയിട്ട് ആ ശരീരം പാകമായിട്ടുണ്ട്, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. പക്ഷെ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാനും അത് നമ്മൾ പറയാനും നമുക്ക് വലിയ ബുദ്ധിമുട്ടാകുന്നത് എന്തുകൊണ്ടാ എന്നുള്ളതാണ്. അത് നമ്മൾ തന്നെ നമ്മളെ ഉള്ളിലോട്ട് നോക്കിയിട്ട് സംസാരിക്കണം. എന്തുകൊണ്ടാണ് എനിക്ക് എന്റെ മകനോടും സംസാരിക്കാൻ പറ്റാത്തത്? അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തന്നെയാണ് വലിയ ബുദ്ധിമുട്ട് ഓരോ സ്ഥലത്തും ഉണ്ടാക്കി തീർക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരുപക്ഷെ എത്ര പറഞ്ഞാലും നിങ്ങൾ വീണ്ടും പറയാനുള്ള സാധ്യത ഒന്നുമില്ല. അതുകൊണ്ട് അവരെല്ലാം കൊണ്ടുവന്നതിന്റെ മുമ്പിലിരുത്തി കഴിഞ്ഞാല് ഇതവർ കാണുമ്പോൾ തന്നെ അവർക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലാവും, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ഇല്ലെങ്കിൽ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വേദന സംഹാരികൾ കഴിക്കുന്നു. ആ വേദന സംഹാരി ഗുളികകൾ എഫക്റ്റ് ആവാതിരിക്കുമ്പോൾ പിന്നെ ഇഞ്ചക്ഷനിലേക്ക് പോകുന്നു. ഇഞ്ചക്ഷൻ കൊടുത്ത് ഏറ്റവും മാരകമായ വേദനയ്ക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ വരെ കൊടുക്കുന്നു. അങ്ങനെ പോയി പിന്നെ ഒരു വേദന സംഹാരിയും പ്രവർത്തിക്കാത്ത ഒരു ശരീരമായി മാറുന്നു. കുട്ടിയുടെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എന്തൊക്കെ ഇരിക്കുന്നു, എത്ര കാലം ഇരിക്കും? അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സാധാരണ പെൺകുട്ടികൾ 11-12 വയസ്സാകുമ്പോഴേക്കാണ് മെൻസ്ട്രേഷൻ തുടങ്ങുക, അവർക്ക് പീരീഡ്സ് തുടങ്ങുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടം മാറി. 8 വയസ്സുള്ള 7 വയസ്സുള്ള പെൺകുട്ടികൾക്ക് പോലും പീരീഡ്സ് വരുന്നത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടുന്നുണ്ടാവായിരിക്കും. പക്ഷെ ഇത് ഞാൻ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായി മാറിക്കും. അപ്പൊ ജസ്റ്റ് ഇമാജിൻ, എത്ര മുന്നെയാണ് ആ പെൺകുട്ടി സ്ത്രീയായി പോയത്. അപ്പൊ അതിനെക്കൊണ്ട് ഈ 12 വയസ്സിൽ മെൻസ്ട്രേഷൻ തുടങ്ങേണ്ട പെൺകുട്ടിക്ക് 7 വയസ്സിൽ മെൻസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയായിട്ട് ജീവിച്ചത് കുറവും, സ്ത്രീയായി. പക്ഷെ ഇത് രണ്ടിന്റെ നടുക്ക് ഒരു വല്ല സമ്മർദ്ദത്തിലാണ് ഈ കുട്ടി. അതായത് പെൺകുട്ടിയായിട്ട് നിൽക്കാനും പറ്റുന്നില്ല, സ്ത്രീയായിട്ട് നിൽക്കാനും പറ്റുന്നില്ല. അപ്പൊ രണ്ടിന്റെ നടുക്ക് ഒരു വല്ലാത്ത പ്രഷറിലായിരിക്കും. ഈ പ്രഷർ എന്താന്ന് നമുക്ക് സംസാരിച്ചാലേ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ക്ലിയർ ചെയ്യാത്തതുകൊണ്ട് അവർക്ക് സമ്മർദ്ദത്തിലേക്ക് പോയി പതിയെ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത് അങ്ങനെയാണ്. അപ്പൊ നമ്മളത് വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. നമ്മൾ വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. വീടുകളിലെ ചുമരുകളിൽ ഒരു അറ്റ്ലീസ്റ്റ് രാത്രി ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് വലിയ വലിയ ടെൻഷനുകളും സമ്മർദ്ദങ്ങളും അതുപോലെ തന്നെ വിഷമതകളും ഒക്കെ മാറ്റും. പക്ഷെ അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്, അല്ലാതെ അത് ഇവിടുന്ന് വരില്ല. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഇത് സ്ത്രീകൾക്ക് പോലും അറിയാൻ പാടില്ലാത്ത കാര്യമാണ്. സാധാരണഗതിയിൽ ഒരു ചെറുങ്ങനെയെങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഒരു മുറിവ് സംഭവിച്ചിട്ട് രക്തം പോയാൽ ചില ആൾക്കാരൊക്കെ അത് കണ്ടിട്ട് ബോധം കെട്ടു പോകുന്നതും, അത് മാത്രമല്ല സങ്കടത്തോടെ ഇരിക്കുന്നതും വിഷമിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ലേഡിയുടെ ശരീരത്തിൽ നിന്ന് മാസം തോറും പോകുന്ന രക്തത്തിന്റെ അളവ് പോലും അറിയുന്നില്ലെങ്കിൽ നമ്മൾ എന്തു ആരോഗ്യത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? അത് എത്രമാത്രമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ ഞെട്ടി തിരിഞ്ഞു പോകുന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഓക്കെ, അതിപ്പോ നമ്മളിങ്ങനെ കുപ്പിയിൽ കലക്കി വെച്ചിട്ട് ഇങ്ങനെ കാണിക്കും ഞാൻ, അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഇവിടെ ഇപ്പൊ ഞാൻ അങ്ങനെയൊന്നും കാര്യമായിട്ട് കാണിക്കുന്നില്ല. കാരണം അത് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചപ്പോഴേക്കും അത് ശരിയായില്ല, അത് വേറെ സ്ഥലത്തായി പോയി. അതുകൊണ്ടാണ്. പക്ഷെ എന്തായാലും ഞാൻ ഈ ഫിസിക്കൽ മീറ്റിംഗിലൊക്കെ വരുമ്പോൾ ഞാൻ ആ കുപ്പിയായിട്ട് വരും. പല സ്ഥലത്ത് ഞാൻ കുപ്പിയായിട്ടാ പോകുന്നത്. കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ അതിന്റെ ആ കാഠിന്യം അല്ലെങ്കിൽ അതിന്റെ തീവ്രത. എന്നാലും ഞാനിവിടെ ചിത്രത്തിൽ കാണിക്കാം, ഇത് കണ്ടോ. പക്ഷെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫീല് വരത്തില്ല. അത് ഫിസിക്കലി കൊണ്ടുവന്നാൽ ഞാൻ ഈ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ഇപ്പോൾ എടുക്കാൻ പറ്റുമോ? എനിവേ, ഇതാ ബ്ലഡ് ലോസ് ഡ്യൂറിങ് എവറി മെൻസ്ട്രൽ സൈക്കിൾ. ഇതെല്ലാ പെൺകുട്ടിയും സ്ത്രീയും മനസ്സിലാക്കേണ്ടതാണ്. ഇതാ ഇങ്ങനെ 3 തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില സ്ത്രീകൾക്ക് 30 ml ഏറ്റവും ലോവസ്റ്റ് ആണ് രക്തം പോകുന്നത്. ചില ആൾക്കാർക്ക് 80 ml,
ആവറേജ്, ചില ആൾക്കാർക്ക് 180 വരെ പോകും. ഇതില് സാമാന്യ രൂപത്തിൽ ആരോഗ്യപരമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ നടുവിലേത്തതാ, അപ് ടു 80 ml ആവറേജ്. പക്ഷേ നമ്മളുടെ നാട്ടിൽ അവസ്ഥ എന്താണെന്നറിയോ? ഈ അപ് ടു 80 ml ആവറേജ് എന്ന് പറയുന്നത് വെറും 10% ഉള്ളൂ എന്നുള്ളതാണ്. ബഹുഭൂരിപക്ഷം ഒന്നെങ്കിൽ തീരെ കുറവ്, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വളരെ കൂടുതലുമാണ്. അപ്പൊ ഒന്നെങ്കിൽ 30 ml അല്ലെങ്കിൽ 150 ml, ഇതാണ് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും അധികം രക്തം ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് സ്ത്രീയുടെ ശരീരത്തിൽ പോകുമ്പോൾ എത്രമാത്രം വീക്ക്നെസ് ആയിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ തീരത്തില്ല എന്നുള്ളതാണ്. ഇത് ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. എത്രയാ പോകുന്നത് രക്തം നോക്കി. ഒരു 180 ml ഒക്കെ ഒരു പീരീഡിന്റെ സമയത്ത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് പോയാൽ ആ വ്യക്തിക്ക് എങ്ങനെ ആരോഗ്യത്തിലേക്ക് വരാൻ പറ്റില്ല? കാരണം അടുത്ത മാസം വീണ്ടും പോകുമല്ലോ. അപ്പൊ ഈ ഒരു മാസം പോയിട്ട് അടുത്ത മാസം പോകുന്നതിന്റെ നടുവില് ഈ കുറവ് നികത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി കിടക്കുക അവിടെ. വേണ്ടത് 80 ml ആയിരുന്നു, പക്ഷെ അത് പോകുന്നില്ല. ഒന്നെങ്കിൽ വളരെ കുറവ്, അതും തകരാറാണ്, അല്ലെങ്കിൽ വളരെ കൂടുതൽ, അതും തകരാറാണ്. ഇത് രണ്ടും. ഇപ്പോ ഈ അപ് ടു 30 ml ലോവസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ PCOD കേസുകളാണ്. PCOD PCOS ഉള്ളവർക്കുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ. പിന്നെ അതേപോലെ ഈ ഹയസ്റ്റ് എന്നൊക്കെ പറഞ്ഞ 150 ml അതിനേക്കാൾ കൂടുതൽ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീമിക്കും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തിനെ പറ്റി അനീമിയാണ് അവർക്ക്. സോ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ. അപ്പൊ ഇത്രയധികം രക്തം ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ അത്രയധികം അയണും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് എന്തുവാ? അയൺ പ്ലസ് പ്രോട്ടീൻ. അയൺ കഴിക്കത്തുമില്ല, പ്രോട്ടീൻ കുടിക്കത്തുമില്ല. അപ്പം എങ്ങനെയാ പിന്നെ ഹീമോഗ്ലോബിൻ ഉണ്ടാകുക? ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവണമെങ്കിൽ ശരിയായ അളവിൽ പ്രോട്ടീനും ശരിയായ അളവിൽ അയണും കഴിക്കണം. പക്ഷെ അത് നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളത്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. എത്ര ആൾക്കാർ 2 നേരം പ്രോട്ടീൻ കഴിക്കാറുണ്ട്, 1 നേരം ന്യൂട്രിചാർജ് വുമണോ അല്ല മാൻ കഴിക്കാറുണ്ട്? സ്വമേധയാന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ എത്ര തവണ കൊടുക്കാറുണ്ട്? വീട്ടിലെ ഓരോ വ്യക്തികൾക്ക് നിങ്ങൾ കൊടുക്കാറുണ്ടോ? ചോദ്യമായി തന്നെ ഇവിടെ കിടക്കും. ഓക്കെ. അതുകൊണ്ട് ഇങ്ങനെ എല്ലാ മാസവും അയൺ നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ സപ്ലിമെന്റോ അല്ലെ അതനുസരിച്ചുള്ള ഭക്ഷണമോ കഴിക്കാതിരിക്കുന്നത് കൊണ്ടും ഹീമോഗ്ലോബിൻ പതിയെ പതിയെ ഓരോ മാസം മുന്നേറുമ്പോഴും ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു പോകും. അതിനാണ് പറയുന്നത് അയൺ ഡെഫിഷ്യന്റ് അനീമിയ, IDA എന്നാ പറയുക. അതാണ് ഏറ്റവും കൂടുതൽ കാണാനുള്ളത്. ബാക്കിയൊക്കെ ജനറ്റിക്സ് ആയിട്ട് വരുന്നതും പിന്നെ ചിലതൊക്കെ രക്തം സ്രാവം ഉണ്ടാകുന്നത് കൊണ്ടും സംഭവിക്കുന്നതാണ്, ബ്ലഡ് ലോസ് അല്ലെങ്കിൽ സർജറി ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ. പക്ഷേ ഈ IDA എന്ന് പറയുന്നത് ഇത് സർവ്വസാധാരണയായിട്ട് ഇപ്പോൾ ബഹുഭൂരിപക്ഷം ആൾക്കാരിലും കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുരുഷന്മാർക്കായിക്കോട്ടെ, സ്ത്രീകൾക്കായിക്കോട്ടെ, ആൺകുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ പെൺകുട്ടികളായിക്കോട്ടെ. മനസ്സിലാക്കുക. ഓക്കെ. ഇനി വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഓരോ പോയിന്റും എഴുതണം. ഇല്ലെങ്കിൽ ഇവിടെ ഇരുന്നത് കൊണ്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. അത് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയണം. ശരിക്ക് കേട്ടുകൊണ്ട് എഴുതണം. എന്നാൽ മാത്രമേ കാര്യം. പഠിക്കുക വേണ്ടിയിരുന്നു. ഇതെന്നിട്ട് ഒരു 10 ആളോടെങ്കിലും പറയണം. കാരണം എനിക്കറിയാം ഈ പ്രോഗ്രാം 40 പേരേ ഉള്ളൂ. ഓക്കെ. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഏകദേശം 1000 ആൾക്ക് കയറാം. അപ്പോ അതിന്റെ അപ്പുറത്ത് എത്രയോ ആൾക്കാർ വീണ്ടും വെളിയിലുണ്ട്. അപ്പൊ ഇവരൊന്നും ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ ഇതൊരു മാരക അവസ്ഥയിലേക്കാ പോകും. പ്രൊഡക്റ്റും മര്യാദക്ക് പറഞ്ഞു കൊടുക്കില്ല, അതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൂടാ. അപ്പൊ നിങ്ങൾ ഈ 540 ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നത് വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ട് ആ ബാക്കിയുള്ള 500 ആൾക്കാർക്കും 1500 ആൾക്കാർക്കും പറഞ്ഞു കൊടുത്താൽ നമുക്ക് കുറെ ആൾക്കാരെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോ ശ്രദ്ധിച്ചു കേൾക്കുക. അഥവാ എനീമിയ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ആരോഗ്യത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഓക്കെ. ഇപ്പൊ നമ്പർ 1, നല്ലവണ്ണം മുടി കൊഴിഞ്ഞു തുടങ്ങും. ആദ്യത്തെ ലക്ഷണമാണ് മുടി കൊഴിച്ചൽ. റൈറ്റ്. അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ മുടി വല്ലാതെ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ കാരണം നിങ്ങൾ അർത്ഥം. രണ്ടാമത്തത്, നിങ്ങളുടെ സ്കിന്ന് വളരെ ഡള്ളായി പോകുക, തിളക്കമില്ലാതെയായി പോകുക, ചുളിവുകൾ പ്രത്യക്ഷപ്പെടുക പ്രായത്തിനേക്കാൾ മുന്നേ. എത്ര മേക്കപ്പ് ഇട്ടാൽ പോലും അതിനെ ഒളിപ്പിക്കാത്തൊരവസ്ഥയിലേക്ക് മാറുക. അതൊക്കെ എനീമിയയുടെ ഏറ്റവും വലിയ സിഗ്നൽസ് ആണ്. പിന്നെ ഇറഗുലർ മെൻസ്ട്രേഷൻ ബഹുഭൂരിപക്ഷം പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഗർഭിണിയാകുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ചില സ്ത്രീകളൊക്കെ 4-4.5 മാസം കഴിഞ്ഞിട്ടാണ് ഗർഭിണിയാണെന്ന് മനസ്സിലാക്കുന്നത്. കാരണം എന്താ? മെൻസ്ട്രേഷൻ വളരെ ഇറഗുലർ ആണ്. അപ്പൊ പീരീഡ്സ് നിന്നുപോയത് അവർ ചെയ്യുന്നത് ഇറഗുലർ ആയിട്ട് കൊണ്ടുള്ള തന്നെയാണ്. പക്ഷെ ആക്ച്വലി അത് പ്രഗ്നന്റ് ആയിരുന്നു. പിന്നീടുള്ള സഡൻ ഡാർക്ക്നെസ് ബിഫോർ ദി ഐസ്. നിങ്ങൾ ഇങ്ങനെ ഇരുന്നെടുക്കുന്ന പെട്ടെന്ന് എണീക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞങ്ങോട്ടേക്ക് പോകുമ്പോൾ കംപ്ലീറ്റ് ഇരുട്ടായതുപോലെ തോന്നുമെങ്കിൽ, ഡാർക്ക്നെസ്, തല കറങ്ങുന്ന പോലെ തോന്നും. ഇതൊക്കെ അതിന്റെ കാരണമാണ്. പിന്നെ ഉള്ളത് അണ്ടർ ഡെവലപ്മെന്റ് ഫിസിക്കൽ ആൻഡ് സെക്ഷൽ ഓർഗൻസ്. സെക്ഷലും ഫിസിക്കലും ആയിട്ടുള്ള ശാരീരിക വളർച്ചയെ ഉണ്ടാവില്ല, കണ്ടാൽ തോന്നത്ത് പോലുമില്ല അത് പ്രായമായിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇത്ര പ്രായമായിട്ടുണ്ട്. അത് ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ്. കാരണം ഹീമോഗ്ലോബിൻ ഇല്ലാത്തത് കൊണ്ട്, ഹീമോഗ്ലോബിനാണ് ഓക്സിജൻ ക്യാരി ചെയ്യുന്നത്. അപ്പൊ ഓക്സിജൻ ക്യാരി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും.
അങ്ങനെയാകുമ്പോൾ ബ്രെയിനിലേക്ക് ബ്ലഡ് കറക്റ്റായിട്ട് എത്തത്തില്ല, ഓക്സിജൻ എത്തത്തില്ല, അപ്പോൾ തലകറക്കം ഉണ്ടാവും. അത് പതിയെ പതിയെ തലവേദനയിലേക്കും വരും. അതാണ് ഹെഡേക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. തലവേദന വരും. ഈ തലവേദനയാണ് പിന്നീട് പിന്നീട് കൂടി 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 മൈഗ്രെയിനിലോട്ടേക്ക് മാറുന്നത്. ഇത്ര സ്ത്രീകൾക്ക് മൈഗ്രെയിൻ ഉണ്ട്. പല ആൾക്കാർ എന്നെ അടുത്ത് വരുന്നത് പറയും, സർ മൈഗ്രെയിൻ ഉണ്ട് സർ. അപ്പൊ എന്താ കാരണം? കാരണം ഇവിടെ നിന്നുള്ള തുടക്കം തന്നെയാണ്. രക്തം നിങ്ങളെ ശരീരത്തിൽ വേണ്ടത്ര ഇല്ല. ഹീമോഗ്ലോബിൻ കുറവാണ്. ഹീമോഗ്ലോബിൻ കുറയുന്നത് അയണിന്റെയും പ്രോട്ടീന്റെയും ഡെഫിഷ്യൻസിയാണ്, വെള്ളത്തിന്റെ കുറവാണ്. ഇത് എത്ര പറഞ്ഞാലും നമ്മൾ വേണ്ടതുപോലെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ളത്. ഇനി എഫക്ട് ഓഫ് എനിമിയ കഴിഞ്ഞിട്ടില്ല കേട്ടോ, 5 കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയുണ്ട്. എന്താണത്? വീക്ക്നെസ്, ഫറ്റീഗ് ആൻഡ് ഇറിറ്റബിലിറ്റി. വല്ലാതെ ക്ഷീണം, തളർച്ച, അതുപോലെ ഇറിറ്റേഷൻ. എന്ത് തോടിക്കും പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ ഭീകരമായിട്ടൊന്നും, അതായത് നമുക്ക് ചെയ്യാനും വളരെ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ അതിൻ്റെതായ വിഷമതകളൊക്കെ മറ്റുള്ളവരെ മുകളിൽ കാണിക്കുക. പിന്നെ നെഞ്ചുവേദന, ചെസ്റ്റ് പെയിൻ. ചെസ്റ്റ് പെയിൻ ഒക്കെ ചില സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വരും. അപ്പൊ നമ്മൾ ഭയപ്പെടും. കാരണം എന്താ വെച്ചാൽ ചെസ്റ്റിൽ എന്തെങ്കിലും വേദന വരുമ്പോൾ നമുക്ക് ഹാർട്ടിന് എന്തോ പ്രശ്നം വന്ന് ഹാർട്ട് അറ്റാക്ക് ആണെന്നൊക്കെ തോന്നും. പക്ഷെ ബേസിക്കലി അതല്ല, ഇവിടെ എനിമിക് ആണ്, അതുകൊണ്ടാണത്. അതുപോലെ തന്നെ നടക്കുമ്പോഴും ഓടുമ്പോഴും അതുപോലെ തന്നെ സ്റ്റെപ്പൊക്കെ കയറുമ്പോഴേക്കും പെട്ടെന്ന് കാലിന്റെ മുട്ടിന്റെ താഴെയൊക്കെ ഇങ്ങനെ മസിലൊക്കെ വലിഞ്ഞു പോകുന്നത്, അതൊരു രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോൾ മസിൽ ക്രാംസ് ഒക്കെ ഉണ്ടാകുന്നത്, ഇതൊക്കെ എനിമിയുടെ ലക്ഷണങ്ങളാണ്. പിന്നെ വിശപ്പില്ലായ്മ, വിശപ്പുണ്ടാവില്ല, കഴിക്കാനൊന്നും തോന്നില്ല. അതുപോലെ തന്നെ കാലില് വല്ലാതെ, കാലിന്റെ കാൽപ്പത്തി കൈപ്പത്തിയിലൊക്കെ ഇങ്ങനെ വല്ലാതെ നീർക്കെട്ടുണ്ടാകുന്നത് കണ്ടു കാണും നിങ്ങൾക്ക്. വല്ലാതെ നീർക്കെട്ട് കാണും. ആ നീർക്കെട്ടിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അന്നേരം ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ ചെസ്റ്റ് പെയിൻ വരുമ്പോൾ കംപ്ലീറ്റ് ടെസ്റ്റ് ചെയ്യിപ്പിക്കും, ഹാർട്ടിന്റെതും ECG എല്ലാം ചെയ്യും. എന്നിട്ട് പറയും എല്ലാം നോർമലാണ്. പക്ഷെ നോർമലായിട്ട് കൊണ്ടാണ് ഈ ചെസ്റ്റ് പെയിൻ വന്നത്. അതിന്റെ കാരണം ഹീമോഗ്ലോബിൻ ഇല്ലാത്തതുകൊണ്ട്. അതേപോലെ തന്നെയാണ് നിങ്ങളെ കാലിലും അതേപോലെ തന്നെ കയ്യിലൊക്കെ നീർ വരിക. നീർ വന്നു കഴിഞ്ഞാൽ ഉടനെ കിഡ്നി ടെസ്റ്റ്, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യിപ്പിക്കും. മൊത്തം ചെയ്ത് കഴിഞ്ഞാലും ടെസ്റ്റിൽ ഒന്നും കാണത്തില്ല. എന്താ കാരണം? അപ്പൊ ഇതാണ് കാരണം, ബിക്കോസ് യു ആർ എനിമിക്. അതുപോലെ നമ്മുടെ നഖങ്ങൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകുക, പെട്ടെന്ന് അസുഖബാധിതയാകുക, അതുപോലെ നമ്മളെ പ്രായത്തിനനുസരിച്ച് വളർച്ച ഇല്ലാതെയായി പോകും. ഇതൊക്കെ വളരെ എന്താ പറയുക, ക്ലിയർ ആയിട്ട് കാണപ്പെടുന്ന പ്രശ്നങ്ങളാണ് ഇഫ് യു ആർ എനിമിക്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടാവും. ചില ആൾക്കാരുടെ മുഖം വരുന്നുണ്ടാവും മുന്നിൽ, അല്ലെങ്കിൽ വീട്ടിലെ ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും. അപ്പോൾ അവരോടല്ലേ ഇത് പറഞ്ഞു കൊടുക്കുക, ഇതാണ് സംഭവം, അല്ലാതെ വേറൊന്നുമല്ല. ഓക്കെ, ഇതൊക്കെ സാധാരണഗതിയിലുള്ള പെൺകുട്ടികളുടെ കാര്യങ്ങളായി ഇവിടെ പറഞ്ഞത്. അതായത് ഹു ഈസ് നോട്ട് പ്രഗ്നന്റ്, പെൺകുട്ടിയോ സ്ത്രീയോ പ്രഗ്നന്റ് അല്ലാത്തവർ. ഇനി ഈ പറയുന്ന സ്ത്രീകളും പെൺകുട്ടികളും ഗർഭിണിയായാൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് പ്രഗ്നൻസിയുടെ സമയത്ത് വരാൻ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഒന്ന് ഡിലേഡ് ഫീറ്റൽ ഡെവലപ്മെന്റ് ആണ്. അതായത് ഭ്രൂണത്തിന്റെ വളർച്ച വേണ്ടതുപോലെ ആയിരിക്കില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഗൈനക്കോളജിസ്റ്റ് എല്ലാ മാസം പോകുന്നിടത്ത് ഗൈനക്കോളജിസ്റ്റ് പല ആളോടും പറഞ്ഞു കാണും, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കാണുമായിരിക്കും. 4 മാസമായിട്ടുണ്ട് പക്ഷെ ആ വളർച്ച അവിടെ ഇല്ല, അല്ലെങ്കിൽ 8 മാസമായിട്ടുണ്ട് അത് വളർച്ചയില്ല എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടാവും. ഭ്രൂണത്തിന്റെ ആ കുട്ടിക്ക് വളർച്ചയില്ല. അതിന്റെ എല്ലാം കാരണം ബേസിക് ആയിട്ടുള്ള ഇതാണ്. ചെറിയൊരു കാര്യമാണ്, പക്ഷെ ശ്രദ്ധിക്കുന്നില്ല, അത് വലിയ കാരണമായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ പ്രീ എക്ലംസിയ, അതെന്ന് പറഞ്ഞ കോംപ്ലിക്കേഷൻ ഡ്യൂറിംഗ് പ്രഗ്നൻസി. എന്തുകൊണ്ട്? ബ്ലഡ് പ്രഷർ കൂടുക. കാരണം സെഡൻറ്ററി അല്ലേ, നടക്കത്തില്ലല്ലോ. പ്രഗ്നൻസി ആയി കഴിഞ്ഞാൽ ഉടനെ റെസ്റ്റ്, ബെഡ് റെസ്റ്റ്. ശാരീരികമായിട്ട് ഒന്നും ചെയ്യുന്നില്ല, മാനസികമായിട്ടും ടെൻഷനാണ്. ആ ടെൻഷൻ കൂട്ടാൻ വേണ്ടി ഓരോ മാസവും ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേക്കും. പ്ലാസന്റേന്റെ അവിടെ ഒരു നീരുണ്ട്, ഇല്ലെങ്കിൽ ഉള്ളിലത്തെ വെള്ളം കുറവാണ്, കുട്ടി ഇങ്ങനെ ചെരിഞ്ഞിട്ടാവുള്ളത്, കുട്ടിയുടെ വളർച്ചയില്ല, കുട്ടീന്റെ കണ്ണ് വളർന്നില്ല, ഇങ്ങനെ എന്തെങ്കിലും കുറെ അങ്ങ് പറഞ്ഞു വിടും. പിന്നെ നിങ്ങൾക്ക് ഷുഗർ കൂടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് പറയുക, തൈറോയിഡാണ്, അങ്ങനെ പലതും പറയും. അപ്പൊ ഈ ടെൻഷൻ കൂടാൻ വേറെ ഒന്നും വേണ്ടല്ലോ. അപ്പൊ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവുന്നു, അതിൽ കൂടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വേറെ. പിന്നെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീക്ക് തന്നെ വല്ലാതെ ക്ഷീണവും വീക്ക്നെസ്സും ഉണ്ടാവും, ഒന്നും ചെയ്യാനൊന്നും തോന്നത്തില്ല. പക്ഷെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവരെ മനസ്സമാധാനിപ്പിക്കുക, നല്ല നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നല്ല പാട്ടുകൾ കേൾപ്പിക്കുക, രാവിലെയും വൈകിട്ടും നടത്തിക്കുക. എത്രയധികം സ്നേഹത്തോടെ അവരുമായിട്ട് പെരുമാറാൻ പറ്റുന്നുണ്ടോ ആ സമയത്ത് അങ്ങനെ തന്നെ നിൽക്കുക, ചൂടാവാതിരിക്കുക. അവരെന്താഗ്രഹിക്കുന്നോ നമുക്കറിയാം, അത് കഴിച്ചാൽ വലിയ ഗുണം ചെയ്യില്ല, പക്ഷെ ആഗ്രഹം പറയുമ്പോൾ അത് കൊണ്ട കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അത് ഒരു പ്രാവശ്യം ചോദിക്കത്തുള്ളൂ, പിന്നെ അത് തന്നെ ഫുൾ ഡേ വേണമെന്ന് നമ്മൾ പറയത്തില്ല. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ട കൊടുക്കുക, അതും കഴിക്കട്ടെ, എൻജോയ് ചെയ്യട്ടെ. ഓക്കെ, പിന്നെ ഡെലിവറിയുടെ സമയത്ത് എക്സസീവ് ബ്ലീഡിങ്, അത് വലിയ ഡേഞ്ചറസ് ആണ്. സാധാരണഗതിയിൽ പ്രഗ്നൻസി ആയ സമയത്ത് എക്സസീവ് ബ്ലീഡിങ് ആയിട്ട് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ആകുമ്പോഴേക്ക് പ്രഗ്നൻസി അങ്ങ് അലസിപ്പോവും, അബോർഷൻ വരും. അത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് എനിക്ക് തോന്നുന്നത്, നല്ലതാണ്. കാരണം 2 ശരീരം എടുക്കാനുള്ള ശേഷി ആ ഒരു ശരീരത്തിൽ ഇല്ലാത്ത കൊണ്ടാണ് അതങ്ങ് തള്ളിക്കളഞ്ഞത്. പക്ഷേ ഡെലിവറിയുടെ സമയത്ത് ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അത് വലിയ സീരിയസ് കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. ഒരുപക്ഷെ ആ ജന്മം നൽകിയ സ്ത്രീക്ക് ജീവൻ തന്നെ ഉണ്ടാവില്ല, മരണപ്പെടാൻ സാധ്യതയുണ്ട്, മെറ്റേണൽ ഡെത്ത്.
ചില സമയത്ത് കുട്ടികൾ മരിച്ചിട്ടായിരിക്കും വരിക, കുട്ടികൾ ജീവനോടെ ഉണ്ടാവില്ല. അപ്പൊ ഒന്നെങ്കിൽ അമ്മ മരിക്കുന്നു, അല്ലെങ്കിൽ കുട്ടി മരിക്കുന്നു. ചില സമയത്ത് ദുർഭാഗ്യവശാൽ രണ്ടുപേരും മരിക്കുന്നു. അങ്ങനെ പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവാറുണ്ട്. വേണ്ടത്ര വെയിറ്റ് ഉണ്ടാവത്തില്ല, വേണ്ടത്ര ഗ്രോത്ത് ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അത് മാത്രമല്ല, 9.5 മാസം കഴിഞ്ഞിട്ട് പ്രസവിക്കേണ്ടത് ചില സമയം 8ാമത്തെ മാസം 7ാമത്തെ മാസമൊക്കെ പ്രസവിച്ചു പോകും. ഇതിന്റെയൊക്കെ കാരണം സിമ്പിൾ. ഇത് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങളൊന്നും ചെയ്യാത്തത്? എനിക്ക് വലിയ സങ്കടത്തോടെയും വിഷമത്തോടെയും നിങ്ങളുടെ മുന്നിൽ വീണ്ടും വീണ്ടും ഞാൻ പറയാം. എവിടൊക്കെ കറങ്ങാൻ പോകുന്നുണ്ട് നമ്മൾ, അല്ലേ? ആ കറങ്ങാൻ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ലാബിൽ കയറിയിട്ട് ഒരു 10 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. 4 പേർക്കും നോക്കിയിട്ട് ഇങ്ങ് പോരാ. എന്നിട്ട് നിങ്ങൾക്ക് ഇനി അത് റിസൾട്ട് മേടിക്കാൻ പോകാൻ സമയമില്ലെങ്കിൽ വാട്സപ്പിൽ അവർ അയച്ചു തരും നിങ്ങൾക്ക്. എന്നാലും നമ്മൾ ചെയ്യുന്നില്ല. ചെറിയ കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ വലിയ പ്രശ്നങ്ങളായി മാറുന്നത്. ഞാനിത് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. ഇന്നും ഞാൻ വളരെ ഇമോഷണൽ ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം ഇതിന്റെ പ്രത്യാഘാതം അത്രയും മാരകമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മളുടെ കൊടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ആരോഗ്യവും സമാധാനവും സന്തോഷവും എല്ലപ്പോഴും ലഭിക്കണം എന്നുള്ള ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള മെന്റാലിറ്റി കൊണ്ട് മാത്രം സംസാരിക്കുന്നത് ഇങ്ങനെ. ഓക്കെ. പിന്നെ പ്രീ ടേം ബർത്ത്, അതാ ഞാൻ പറഞ്ഞത്. 6ാമത്തെ മാസം 7ാമത്തെ മാസമൊക്കെ പ്രസവിച്ചു പോകുക. പിന്നെ ലോ ബർത്ത് വെയിറ്റ് അറ്റ് ബർത്ത്, ജനിക്കുമ്പോൾ കുട്ടിക്ക് വേണ്ടത്ര തൂക്കമുണ്ടാവാതിരിക്കുക. റെഡ്യൂസ്ഡ് ഓക്സിജൻ സപ്ലൈ ടു ദ ഫീറ്റസ്, ഭ്രൂണത്തിനും. കാരണം അമ്മക്ക് തന്നെ ഹീമോഗ്ലോബിൻ കുറവാ. അപ്പോൾ ഹീമോഗ്ലോബിൻ കുറവായത് കൊണ്ട് ഓക്സിജൻ കയറി ചെയ്യുന്നില്ല. അപ്പോ അമ്മക്ക് തന്നെ ഓക്സിജൻ ശരി കിട്ടാത്ത സമയത്ത് കുട്ടി വലിക്കുമ്പോൾ കുട്ടി കിട്ടത്തില്ല. അപ്പൊ കുട്ടിക്ക് ശ്വാസം മുട്ടുമ്പോൾ കുട്ടി വല്ലാതെ വെപ്രാളപ്പെടും വയറ്റിനകത്തിരുന്നിട്ട്. അതുകൊണ്ട് ആ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പിടയ്ക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വേണ്ട കാര്യം ചെയ്താൽ പോലെ. അതേപോലെ തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് പല സ്ഥലത്ത് ചൊറികൾ ഉണ്ടാകുന്നു, പല സ്ഥലത്ത് ഇൻഫെക്ഷൻ വരുന്നു. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇതിന്റെയൊക്കെ കാരണം എനിമിയാണ്. ഓക്കെ. ഒരു കാര്യം മനസ്സിലാക്കണം, സ്ത്രീകൾക്ക് വേണ്ടത് എത്രയാ? 12 ഗ്രാം പെർ ഡെസിലിറ്റർ മുതൽ 16 ഗ്രാം പെർ ഡെസിലിറ്റർ. 12ന്റെ താഴെ ശകലമെങ്കിലായി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയും സ്ത്രീയും എനിമിക്കാണ്. റൈറ്റ്. പുരുഷന്മാർക്കോ, അത് പുരുഷന്മാരെ പറയുമ്പോൾ ഞാൻ പറയാം, എന്നാൽ ഇവിടെ അങ്ങ് ഓർമ്മപ്പെടുത്തിക്കരാം. 14 ഗ്രാം പെർ ഡെസിലിറ്റർ മുതൽ 18 ഗ്രാം പെർ ഡെസിലിറ്റർ വരെയാണ് പുരുഷന്മാർക്ക് വേണ്ടത്. പക്ഷെ 13ന്റെ താഴെ പോയിട്ടുണ്ടെങ്കിലും പുരുഷൻ എനിമിക്കാണ്. പക്ഷെ വളരെ സങ്കടത്തോടെ പറയേണ്ടിയിരിക്കുന്നു, പുരുഷന്മാർക്ക് എന്തുകൊണ്ടാണ് 14 വേണ്ടതെടുക്കുക 9ഉം 10ഉം ആയി പോയത്? കാരണം ബ്ലീഡിംഗ് ഒന്നും എല്ലാ മാസം നടക്കുന്നില്ലല്ലോ, മെൻസ്ട്രൽ ബ്ലീഡ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ എന്തുകൊണ്ട് സ്ത്രീകളെക്കാളും മാരകമായിട്ട് ഇവർക്ക് ഇത് കുറഞ്ഞു പോയി എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഇതിനുള്ള സൊല്യൂഷൻ എന്താ? പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഈ അനീമിയ വന്നു കഴിഞ്ഞാൽ സൊല്യൂഷൻ അതാണ് സീഡ്സ്. റൈറ്റ്. SEEDS. ഓക്കെ. നമുക്കറിയാം, എത്ര നല്ല വിത്തുണ്ടോ അത്രയും നല്ല ഫലങ്ങൾ കിട്ടും, അത്രയും നല്ല പുഷ്പങ്ങൾ കിട്ടും, അത്രയും നല്ല വൃക്ഷങ്ങൾ കിട്ടും. അപ്പൊ നല്ല വൃക്ഷങ്ങൾ, നല്ല പുഷ്പങ്ങൾ, നല്ല ഫലങ്ങൾ കിട്ടണമെങ്കിൽ നല്ല വിത്തുകൾ വേണം. അതുപോലെ തന്നെ ഓരോ വൃക്ഷങ്ങൾക്കും ഓരോ കായ്കൾക്കും ഉള്ള വിത്തുകളും ആണല്ലോ. അതുകൊണ്ട് സീഡ്സ് എന്ന് പറയുന്ന ഈ സമ്പ്രദായം ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വ്യത്യാസമാണ്. ഇന്നിവിടെ ഞാൻ പറയുന്ന സീഡ് ഇത് എനീമിയയ്ക്ക് ഉള്ളത് മാത്രമാണ്. എനീമിയ ഫോർ വിമൻ ഗേൾസ്, അതാണ് ഇപ്പൊ ഞാൻ ഈ സീഡ് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ പുരുഷന്മാരിലേക്ക് പോകും. അപ്പൊ അവരുടെ സീഡ് അല്പം വ്യത്യാസമായിരിക്കും. ഇനി നാളെ എടുക്കാൻ പോകുന്നത് ഡയബറ്റിക്, അതിന്റെ സീഡ് വേറെ ആയിരിക്കും. ഇതേ സീഡ് ആയിരിക്കില്ല, കാരണം എല്ലാത്തിന്റെയും വിത്തുകൾ വേറെയാണ്. സോ ഇന്ന് പറയുന്നത് ഇത് ഇവിടത്തേക്ക് മാത്രമുള്ളത്. ഇത് ചെയ്യുക എനിമിക്കുള്ള ആൾക്കാർ. ഡയബറ്റിക്കുള്ള ആൾക്കാരാണെങ്കിൽ ആ ഡയബറ്റിക്കിന് വേണ്ടി എന്താണ് പറയുന്നത്, അത് ചെയ്യുക. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾക്കുള്ള സീഡ്സ് വ്യത്യസ്തമാണ്. അപ്പൊ നമുക്ക് എനിമിയുടെ സീഡ്സ് എസ്പെഷ്യലി ഫോർ വിമൻ ആൻഡ് ഗേൾസ് നമുക്ക് നോക്കാം. നമ്പർ 1, ഇവിടെ ഞാൻ പറയുമ്പോൾ പലവട്ടം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ പോസിറ്റീവായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ കേട്ടോടനെ നമ്മളെ മൈൻഡ് ഒരു കാര്യം പറയും, അയ്യോ ഇത് നടക്കുന്ന കാര്യമല്ല കേട്ടോ. എന്നാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഈ പറയുന്ന കാര്യം നടക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം എന്തായാലും നടക്കും. ആ ഇരുന്ന ആൾക്കാർ മുഴുവൻ രോഗികളായി മാറും, യാതൊരു സംശയമില്ല. അതെന്തായാലും നടക്കും. അതുകൊണ്ട് ഏതാ നടക്കേണ്ടത് നിങ്ങൾ തീരുമാനിക്കണം. ഇത് നടക്കണോ അല്ലേ അത് നടക്കണോ? ഓക്കെ. എന്തുകൊണ്ടാണ് നമുക്ക് സമയമില്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ട് നമുക്ക് ഈ സമയം മാറ്റിവെച്ചൂടാ? എന്താ ചെയ്യേണ്ടത്? രാത്രി മിനിമം 8 മണിക്കൂർ ഉറങ്ങണം. രാത്രിയാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, ടോട്ടാലിറ്റിയിലല്ല. 24 മണിക്കൂർ 8 മണിക്കൂറല്ല പറഞ്ഞിരിക്കുന്നത്. രാത്രി 8 മണിക്കൂർ ഉറങ്ങണം. ഓക്കെ. അതേപോലെ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ വയറ് നിറച്ച് കഴിക്കാനും പാടില്ല. പക്ഷെ നമ്മളെല്ലാം തിരിച്ചാ ചെയ്യുന്നത്. അപ്പം വയറ് നിറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറക്കാൻ വരത്തില്ല. കാരണം ഈ വിളക്ക് പോയി കഴിഞ്ഞാൽ, അതിനർത്ഥം ഈ സൂര്യരശ്മികൾ പോയി കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് ഇരുടായി കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിലെ പല അവയവങ്ങളും അതുപോലെ തന്നെ അങ്ങ് ഉറങ്ങും. ഈ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞ സംഭവമാണത്. ഓക്കെ. അപ്പൊ ഞാൻ പലവട്ടം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളിപ്പോൾ 10 ലക്ഷത്തിന്റെ വാച്ചാ കെട്ടിയെന്ന് വിചാരിക്കും.
ഓക്കെ, നിങ്ങളത് കയ്യിൽ കെട്ടിയുകൊണ്ട് നിങ്ങൾ 10 ലക്ഷം രൂപ ചെലവാക്കിയതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ വാച്ച് നടക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തിരിച്ചു വെക്കാൻ പറ്റും, പക്ഷെ അതുമായിട്ട് മറ്റുള്ളവരായിട്ട് മാച്ച് ആകും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് 10 മണിക്ക് പോകണം, നിങ്ങൾ പറയാ ഞാൻ ലേറ്റ് ആയി പോയി അതുകൊണ്ട് 7 മണിയാക്കട്ടെ, എന്റെ വാച്ച് ഞാൻ പൈസ തന്നത് 7 മണിയാക്കുന്നു, നടക്കുമോ? നോ, ഇറ്റ് വിൽ നോട്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ അകത്തൊരു ഘടികാരമുണ്ട്, അതും അതിന്റെ വഴിക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ നമ്മൾ അതിന്റെ നേരെ വിപരീതമാണ് പോകുന്നത്. അപ്പോ അതുകൊണ്ട് വയറധികം നിറച്ച് രാത്രി കിടക്കരുത്, കാരണം എനർജി ഉണ്ടാവില്ല, കാരണം ഡൈജഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടും, അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻഡൈജഷൻ ആയിരിക്കും, രാവിലെ ശോധന ഉണ്ടാവില്ല, എല്ലാം കൊള്ളാവും. പിന്നെ വയ്ക്കുന്നത് ഉറങ്ങുന്നതിനേക്കാളും മിനിമം 2.5-3 മണിക്കൂർ മുന്നേ ആയിരിക്കണം. എനീമിക് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള സീഡ്സിന്റെ ഉറക്കം, സ്ലീപ്പാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ പെൺകുട്ടികളും സ്ത്രീകളും കേൾക്കേണ്ടതായിരുന്നു. ക്ലിയർ? ഓക്കെ. ഭക്ഷണം നമ്മൾ ഉറങ്ങുന്നതിന്റെ 2.5 അല്ലെങ്കിൽ 3 മണിക്കൂർ മുന്നേ കഴിക്കണം. അതുപോലെ തന്നെ എല്ലാ ദിവസവും ശാരീരികമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് എക്സസൈസ് പോലത്തെ ചില ഇങ്ങനെ സെഡൻറ്ററി ആവരുത്. ഓക്കെ, ഡെയിലി റൂട്ടീന്റെ ഭാഗമാക്കണം ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ഇല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ആഴ്ചയിൽ 3 ദിവസം ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട്. നോ, എല്ലാ ദിവസവും ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ ദിവസവും ഡെയിലി റുട്ടീൻ ആയി ഇടണം. ഓക്കെ, റൈറ്റ്. ഇനി എക്സസൈസ്, രണ്ടാമത്തെ ഇത് കുറെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് അടുത്ത് വരുന്ന പുസ്തകം ഉണ്ടല്ലോ, സബ്സെ പെഹലെ സെഹത്ത്, അതിന്റെ 4ാമത്തെ ചാപ്റ്റർ ആണ് അനീമിയ എന്ന് പറഞ്ഞത്. അതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ലീപ്പിന്റെ ഞാനിവിടെ 3 പോയിന്റ് പറഞ്ഞിട്ടുള്ളൂ, കാരണം നമുക്ക് സമയത്തിന്റെ ഒരു പരിധി ഉണ്ടല്ലോ. അതിൽ നിങ്ങൾക്ക് 10-12 കാണാം. അത്രയും കാര്യം ചെയ്യാനുണ്ടെന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ചില ആൾക്കാരുണ്ട് വീക്ക് ഡേയ്സിൽ അധികം ഉറങ്ങാൻ പറ്റാറില്ല, അതുകൊണ്ട് അവധി ദിനം, ഇപ്പം കഴിഞ്ഞ ദിവസം 5 നല്ല അവധിയാണല്ലോ, ആൾക്കാരൊക്കെ ഈ മാക്സിമം അങ്ങ് ഉറങ്ങും. രാത്രി ഒരു 12 മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ 10 മണി 11 മണിക്ക് എണീക്കും. കാരണം എല്ലാ ദിവസവും ഉറങ്ങാൻ കിട്ടിയില്ലായിരുന്നു ഞാൻ, അതുകൊണ്ട് അങ്ങനത്തെ പണിപാടിയെ ചെയ്യാൻ പാടില്ല കേട്ടോ, അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. മനസ്സിലായല്ലോ? ഇത് പണ്ടാരം പറഞ്ഞ പോലെയാണ്. അതായത് സമയത്തിന് ബില്ല് അടക്കാത്ത കൊണ്ട് കുറച്ച് ഫൈനോടം അടച്ചു കഴിഞ്ഞാൽ കണക്ഷൻ ഒന്നും പോകത്തില്ലല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ, ഇവിടെ സമയത്തിന് അതാത് ദിവസം ചെയ്യണം. ഓക്കെ. ഇനി എക്സസൈസ് 30 മിനിറ്റ് ഒന്നെങ്കിൽ നടക്കുക അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുക. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഡാൻസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ലായിരിക്കും. ഒരു മ്യൂസിക് ഇടുക, തോന്നിയത് പോലെ തുള്ളുക, അതാണ് അർത്ഥം. അല്ലാതെ വലിയ പ്രൊഫഷണലായിട്ട് ഡാൻസ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ. അപ്പൊ 30 മിനിറ്റ് എല്ലാ ദിവസവും അതിനു വേണ്ടി മാറ്റി വെക്കുക. പിന്നെ സൂര്യന്റെ വെളിച്ചം കിട്ടുന്നത് വളരെ അത്യാവശ്യം. സൺബാത്ത് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? സൂര്യൻ ഉദിച്ചതിന് ശേഷം അരമണിക്കൂർ അതായത് ഉദിക്കുന്ന സമയം മുതൽ അരമണിക്കൂർ, അതുപോലെ അസ്തമിക്കുന്നതിനേക്കാളും അരമണിക്കൂർ വെയിൽ കൊള്ളുക, അത് വലിയ അത്യാവശ്യമാണ്. പിന്നെ പ്രാണായാമം ചെയ്യുക, 15 മിനിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് 100 തവണ ഒരു ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ബ്ലഡ് ഉണ്ടല്ലോ, ബ്ലഡിൽ സഞ്ചാരമൊക്കെ നന്നാവും. കാരണം ഈ എക്സസൈസ്, ബ്രീതിങ് എക്സസൈസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ വളരെയധികം ആക്റ്റീവ് ആക്കി വെക്കാനും നമ്മളെ രക്തത്തിനെ ശുദ്ധീകരിക്കാനും വളരെ അത്യാവശ്യമാണ്. കാരണം നിങ്ങൾ ഇത്തരം ബ്രീതിങ് എക്സസൈസ് ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ നല്ലോണം കയറും. അപ്പോൾ ഓക്സിജൻ കയറുമ്പോൾ നമുക്കറിയാം രക്തം ശുദ്ധമാവും. അപ്പോ സീ ദാറ്റ് ഇൻ ദിസ്. ഓക്കെ, റൈറ്റ്. പിന്നെ ഇമോഷണൽ ഹെൽത്ത് വളരെ അത്യാവശ്യമാണ്. വൈകാരിക ക്ഷേമം, സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത്. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷനും ദേഷ്യമൊക്കെ വരുന്നുണ്ടോ ആ സ്ഥലത്ത് നിന്ന് അങ്ങ് മാറുക എന്നുള്ളതാണ്. അല്ലാതെ അവിടെ കൂടിയിട്ട് കൂടുതൽ ദേഷ്യം, കൂടുതൽ ഫ്രസ്ട്രേറ്റ് ആവാതിരിക്കുക. എവിടെയെങ്കിലും ഇരുന്ന് ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ വരുന്നുണ്ടെങ്കിൽ ഒന്നും കാണിക്കുക, വേഗം അവിടെ നിന്ന് എണീറ്റ് അങ്ങ് മാറുക. എന്നിട്ട് കുറച്ച് ദൂരം നടക്കുക, നല്ല ദീർഘശ്വാസം എടുക്കുക, എന്നിട്ട് നിങ്ങളെ സമാധാനിപ്പിക്കുക. അപ്പോഴേക്കും ഈ പറയുന്ന ദേഷ്യവും ഫ്രസ്ട്രേഷനൊക്കെ അങ്ങ് മാറും. പക്ഷെ നമ്മൾ അതല്ല ചെയ്യുക. നമ്മൾ അവരുടെ പിഴിഞ്ഞ് കൂടുതൽ ദേഷ്യമായി, കൂടുതൽ ഇറിറ്റേഷനായി, അവസാനം പ്രഷർ കൂട്ടി, ഇതൊക്കെ നമ്മൾ ചെയ്തു നോക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ പഴയകാല ഫോട്ടോകൾ, ആൽബം എടുത്ത് കൊണ്ടുവരും. ഞാനിത് പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, എത്ര ആൾ നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. പഴയ ആൽബം എടുത്ത് കൊണ്ടുവന്നിട്ട് അതിലേക്കുള്ള പടങ്ങളൊക്കെ നോക്കൂ, എത്ര മനോഹരമായിരിക്കും നിങ്ങൾക്ക് പഴയ ഓർമ്മകൾ തരിക. ചിരിക്കാൻ സാധ്യതകൾ കൂടുതൽ അതിലാ ഉള്ളത്. അവിടെയും നല്ല ഫോട്ടോകൾ നോക്കണം കേട്ടോ, അല്ലാതെ എന്തെങ്കിലും സങ്കടം വരുന്ന ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് പിന്നെ കരയാനിരിക്കരുത്. ലാസ്റ്റ് പോലെ സാറേ ഞാൻ ആൽബം കണ്ടതിന് ശേഷം കൂടുതൽ ഫ്രസ്ട്രേറ്റ് ആയി പോയി, അതല്ലേ പറഞ്ഞിട്ടുള്ളൂ. നല്ല നല്ല പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. നെഗറ്റീവ് കേൾക്കാനൊന്നും ഇവിടെ സമയമില്ല. നെഗറ്റീവ് കേട്ടിട്ട് പ്രാബല്യത്തിൽ ശരീരത്തിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിലേക്ക് കൊണ്ടുവരിക ആയിട്ടുള്ള ആൾക്കാരെ സ്ഥലത്ത് നിന്ന് അങ്ങ് മാറുക. വെറും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് സമ്പർക്കം ഉണ്ടാക്കുക. ചിരിക്കാനുള്ള ഓരോ സമയവും ഉപയോഗിക്കുക. ചിരിക്കുക, എത്ര ചിരിക്കാൻ പറ്റുമോ അത്രയും ചിരിക്കുക. സങ്കടം തരുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് എന്നൊക്കെ മാറി നിൽക്കുക. ഓക്കെ. അതേപോലെ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ഉടനെ റിയാക്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ ആദ്യം കേൾക്കുക, ചിന്തിക്കുക, എന്നിട്ട് റിയാക്ട് ചെയ്യുക. അല്ലാതെ പറയുന്നതിന് മുമ്പ് തന്നെ റിയാക്ട് ചെയ്ത് വാളെടുത്ത് 2 വെട്ട്, അതല്ല. ബി വെരി കാം. ശരിക്കും കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് പ്രതികരിക്കുക.
ചിന്തിച്ചിട്ട് പ്രതികരിക്കുക, ഇല്ലെങ്കിൽ അതും ടെൻഷൻ ഉണ്ടാകും, അതും ദേഷ്യം കൊണ്ടുണ്ടാകും. പിന്നെ ഭക്ഷണം, ഡയറ്റ്, ആഹാരം എന്താണ്? ഒരു ജ്യൂസ് ഉണ്ടാക്കി, വീട്ടിൽ ജ്യൂസ് ഉണ്ടാക്കും. എന്താ ചെയ്യേണ്ടത്? പാലൊക്കെ ഉണ്ട്, ഒരു ചീര, ഓക്കെ, പിന്നെ ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ അത് വിത്ത് എടുത്ത് കളഞ്ഞ 2 ഈത്തപ്പഴം, അത് വെള്ളത്തിൽ മുക്കി വെക്കുക ഒരു അരമണിക്കൂർ, എന്നിട്ട് എടുക്കുക. പിന്നെ കരുവേപ്പില, ഇതൊക്കെ കൂടി അടിച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കുക. എന്നിട്ട് അതില് ഒരു ചെറുനാരങ്ങ നല്ലോണം പിഴിയുക. ഇതെല്ലാ ദിവസവും കുടിക്കട്ടെ. ആരവിടെ പറഞ്ഞു കുടിക്കാൻ? എനിമിക് ആയിട്ടുള്ള പെൺകുട്ടിയും സ്ത്രീയും എല്ലാ ദിവസവും രാവിലെ കുടിക്കട്ടെ. ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാ. പിന്നെ വീട്ടിൽ കരുവേപ്പില ഉണ്ടെങ്കിൽ മാക്സിമം കരുവേപ്പില യൂസ് ചെയ്യുക. സാധാരണ കരുവേപ്പില എന്താ ചെയ്യുക? എടുത്തങ്ങ് മാറ്റിയിട്ടാണ് ഭക്ഷണം കഴിക്കുക, അല്ലേ? എന്നാൽ അതനി അങ്ങനെ ആവാൻ പാടില്ല. കരുവേപ്പിലയും അതിന്റെ കൂടെ തന്നെ വയറ്റിലോട്ട് പോകണം. കാരണം റിച്ച് സോഴ്സ് ഓഫ് അയൺ ആണ്. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കരുവേപ്പില കിട്ടാനുണ്ട്, എന്നിട്ട് നമ്മൾ അതങ്ങ് കളയും. പിന്നെ PVMFO ബ്രേക്ക്ഫാസ്റ്റ്, അതൊരു ശീലമാക്കി മാറ്റുക. 2 നേരം പ്രോട്ടീൻ, ഒരു ന്യൂട്രിചാർജ് വുമൺ, ഒരു ന്യൂട്രിചാർജ് മാൻ, അതേപോലെ തന്നെ ന്യൂട്രിചാർജ് വെജ് ഒമേഗ, പിന്നെ ഗാമോറസിനോൾ, അതൊരു ശീലമാക്കി മാറ്റുക. PVMFOA, റൈറ്റ്? പിന്നെ നല്ല വെല്ലം കിട്ടുന്നുണ്ടെങ്കിൽ, ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത് കേട്ടോ, അതാണ് പുലിപാൽ ഉണ്ടാക്കി വെക്കരുത്. നല്ല വെല്ലം കിട്ടുന്നുണ്ട്, ഒരു മായവുമില്ലാത്ത ശുദ്ധമായ വെല്ലമാണെങ്കിൽ ലഞ്ചും ഡിന്നറും കഴിഞ്ഞിട്ട് ഒരു അരക്കഷ്ണം കടിക്കുക എല്ലാ ദിവസവും, ഓക്കെ? അതും നിങ്ങളുടെ ശരീരത്തിന് നല്ലതാണ്, അത് നിങ്ങളുടെ രക്തത്തിനും നല്ലതാണ്, ഓക്കെ? പിന്നെ ലെമൺ ജ്യൂസ് എത്രയധികം കഴിക്കാൻ പറ്റുമോ അത്രയും കഴിക്കുക. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലെമൺ ജ്യൂസ് കഴിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കാം, നിങ്ങളുടെ സൂപ്പിന്റെ കൂടെ കഴിക്കാം, സലാഡിന്റെ കൂടെ കഴിക്കാം, ജ്യൂസിന്റെ കൂടെ കഴിക്കാം, വെള്ളത്തിന്റെ കൂടെ കഴിക്കാം, പരിപ്പ് കറി എല്ലാത്തിന്റെയും കൂടെ കഴിക്കാം. ഇനിയിപ്പം നാരങ്ങ നീര് കൂട്ടിലുള്ള വെള്ളമാണ് കുടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിൽ നാരങ്ങ നീരും വെള്ളവും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. സോഡ ഉണ്ടാകാൻ പാടില്ല, പിന്നെ ഉപ്പ് ഉണ്ടാകാൻ പാടില്ല, പഞ്ചസാര ഉണ്ടാകാൻ പാടില്ല. ജസ്റ്റ് ലെമൺ ജ്യൂസ് ആൻഡ് വാട്ടർ. വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞളും ചേർക്കാം. ഇത് ചെയ്യും, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ എനിമിക് ആയിട്ടുള്ള പെൺകുട്ടികളും സ്ത്രീകളും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. ബാക്കി ആൾക്കാർ ചെയ്യുന്നതിനെ കൊണ്ട് തകരാറൊന്നുമില്ല, ഓക്കെ? പിന്നെ കൺസ്യൂം മോർ ഓഫ് ദീസ് വെജിറ്റബിൾസ്. ഈ പറഞ്ഞിരിക്കുന്ന പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക. സ്പിനാക്ക്, അതായത് ചീര, എല്ലപ്പോഴും അതിൻ്റെ അകത്ത് ചീര കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചെറുനാരങ്ങ പിഴിഞ്ഞ് കഴിക്കുക. പിന്നെ കറി ലീവ്സ്, കറിവേപ്പില, ബ്രൊക്കോലി, റൈറ്റ്? പിന്നെ കൊറിയണ്ടർ, മല്ലി, പിന്നെ തക്കാളി, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ബോട്ടിൽ ഗാർഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചുരക്ക, റിച്ച് ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഈ എന്താ പറയാ, ഇങ്ങനെ ഒരു മാതിരി മാർക്ക് ഉണ്ടാവും, എന്നെ പീച്ചിങ് എന്ന് പറയും, ഓക്കെ? പീച്ചിങ്, അതാണ് റിച്ച് ഗാർഡ്. പിന്നെ ടിൻഡ, അത് നോർത്ത് ഇന്ത്യയിൽ മാത്രം കിട്ടുന്ന ഈ ചുരക്ക പോലത്തെ ഒരു സാധനം തന്നെയാണ്. പിന്നെ ക്യാപ്സിക്കം ആൻഡ് അമല എന്ന് പറഞ്ഞാൽ നെല്ലിക്ക. അപ്പൊ ഇത് എല്ലാം മാക്സിമം കഴിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന വെജിറ്റബിൾസ് ഏതെല്ലാം പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും എനിമിയുണ്ടോ അവരെല്ലാം ഇത് കൂടുതൽ കഴിക്കുക നല്ലതാണ്, ഓക്കെ? പിന്നെ ഘീ, നെയ്യ് വളരെ നല്ലതാണ് എനിമിക്കായിട്ടുള്ള ആൾക്കാർ, ഓക്കെ? അത് നിങ്ങൾക്ക് ചൂടാക്കാതെ കറിയിലൊക്കെ ഇട്ടിട്ട്, വെജിറ്റബിൾസിലൊക്കെ ഇട്ട്, പിന്നെ ഖിച്ചടിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിലൊക്കെ ഇട്ട് ചോറിനോടെ ഇട്ടിട്ട് കഴിക്കാം, ഓക്കെ? അതേപോലെ തന്നെ 2 അത്തിപ്പഴം, ഓക്കെ, വെള്ളത്തിൽ മുക്കി വെക്കുക. കുറച്ച് റേസിൻസ്, കിഷ്മിഷും എടുത്തിടുക. 5 വാൾനട്ട്സ്, ഓക്കെ, അക്രോട്ട്, 5 ആൽമണ്ട്സ്, ബദാം, 2 മണിക്കൂർ വെള്ളത്തിൽ മുക്കി വെക്കുക. എന്നിട്ട് അത് എടുത്തങ്ങ് കഴിക്കുക, റൈറ്റ്? ഇതും എല്ലാവർക്കും ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അത് വെള്ളത്തിലിട്ട് വെച്ച് 2 മണിക്കൂർ ഞാൻ പോയി കഴിക്കുന്നതിന് വലിയ തരാറുണ്ട്, ഇല്ല? അപ്പോൾ എനിമിക് ആയിട്ടുള്ള പെൺകുട്ടികളും സ്ത്രീകൾക്കും ഈ പറയുന്ന ഡയറ്റ് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും, ഓക്കെ? പിന്നെ എന്താ ചെയ്യാതിരിക്കേണ്ടത്? കോഫി ആൻഡ് ടീ കഴിക്കുന്നത് നിർത്തലാക്കുക, ഓക്കെ? അതേപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന്റെ മുന്നേ ഒരു ചെമ്പ് പാത്രം എടുക്കുക, അല്ലെ ചെമ്പിന്റെ ജഗ് അവിടെ കാണിച്ചതുപോലെ അതിൽ വെള്ളം നിറച്ച് വെക്കുക രാത്രി, ഓക്കെ? രാവിലെ എണീറ്റ് ഉടനെ ആ ചെമ്പ് പാത്രത്തിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളം കുടിക്കുക. എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ന്യൂട്രിചാർജ് വുമൺ കഴിക്കുമ്പോൾ 1 ഗ്ലാസ് വെള്ളവും കൂടി അതിന്റെ ഈ ഗ്ലാസ് ഇതിലുള്ള കോപ്പറിലുള്ള വെള്ളം കൂടി കുടിച്ചിട്ട് ന്യൂട്രിചാർജ് വുമൺ കഴിക്കുക. എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, കോപ്പർ വെസലിൽ കൂടി വരുന്ന കോപ്പർ വെള്ളം കുടിക്കുമ്പോൾ അത് കോപ്പറിന്റെ അംശം ഉണ്ടാവല്ലോ, അത് അയണിന്റെ അബ്സോർപ്ഷൻ വല്ലാതെ കൂട്ടും. അതുകൊണ്ട് നിങ്ങൾ കഴിച്ചിരിക്കുന്ന ന്യൂട്രിചാർജ് വുമണിൽ 21 മില്ലിഗ്രാം അയൺ, അതിൻ്റെ അകത്ത് മിനറൽ ആയിട്ടുള്ള കോപ്പർ ഉണ്ട്, പക്ഷേ ഇതും കൂടി ആകുമ്പോഴേക്കും നല്ലോണം നിങ്ങളുടെ ശരീരത്തിൽ അതങ്ങോട്ട് കയറും, ഓക്കെ? അതേപോലെ ശരിയായിട്ടുള്ള നല്ല എണ്ണ മാത്രം യൂസ് ചെയ്യുക ഭക്ഷണം പാചകം ചെയ്യാൻ. അതിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ എണ്ണനെ പറ്റിയിട്ട്, റൈറ്റ്? ഓക്കെ. പിന്നെ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? അയൺ, അത് ബ്ലഡ് ഫോർമേഷനെ സഹായിക്കും. അതുപോലെ മെൻസ്ട്രൽ പീരീഡ് നടക്കുമ്പോൾ രക്തം പ്പെടുന്നതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ സഹായിക്കും അയൺ. ഫോലേറ്റ്, ഓക്കെ? ഫോലേറ്റ് എന്താ ചെയ്യുന്നത്? ഫോലിക് ആസിഡ് അസിസ്റ്റ് ഇൻ ഫോർമേഷൻ ഓഫ് ന്യൂ ബ്ലഡ് സെൽസ്. അത് പുതിയ ചുവന്ന
രക്തത്തിന്റെ കോശങ്ങളെ ഉണ്ടാക്കാൻ സഹായിക്കും. അത് നമുക്ക് അത്യാവശ്യമായിട്ട് ആവശ്യമുള്ളതാണ് ശരീരത്തിന്. പിന്നെ വിറ്റമിൻ B12, ഓക്കെ, അത് ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ കൂട്ടാൻ സഹായിക്കും. അതേപോലെ നമ്മളുടെ ഗട്ട്, നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ ക്ലീൻ ആക്കി വെക്കാൻ സഹായിക്കും. അതേപോലെ റെഡ് ബ്ലഡ് സെൽസിന്റെ ഫോർമേഷനെ സഹായിക്കും. പിന്നെ കോപ്പർ, നേരത്തെ പറഞ്ഞ പോലെ അയൺ അബ്സോർപ്ഷനെ വളരെയധികം സഹായിക്കും. അത് വളരെ നെസസറി ആണ് ആ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം അയൺ അബ്സോർബ് ആയത് മാത്രമല്ലേ ശരിയായിട്ട് ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പിന്നെ വിറ്റമിൻ എ റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊമോഷനും അതുപോലെ അയൺ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവല്ലോ, അത് ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗോഡൌൺ വലിച്ചെടുക്കും. മനസ്സിലായില്ലേ? പിന്നെ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡിന്റെ ഒരു കലവറയാണ്. അപ്പോൾ ഹീമോഗ്ലോബിന്റെ ഗ്ലോബിൻ എന്ന് പറയുന്നത് ആ അമിനോ ആസിഡ് ആയിട്ടുള്ള ഗ്ലോബിൻ ആണ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. വിത്തൗട്ട് പ്രോട്ടീൻ ദ ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് ഓഫ് അയൺ ഇൻ ദ ബ്ലഡ് ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് പ്രോട്ടീൻ ഇല്ലെങ്കിൽ അയണിന്റെ സ്റ്റോറേജും ട്രാൻസ്പോർട്ടും ശരീരത്തിൽ ഉണ്ടാവില്ല, രക്തത്തിൽ ഉണ്ടാവില്ല. അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് പ്രോട്ടീൻ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് അലോങ് വിത്ത് അയൺ. ദെൻ വൈറ്റമിൻ സി അയണിന്റെ അബ്സോർപ്ഷൻ കൂട്ടുന്നു. ഓക്കെ, അത് പ്രത്യേകിച്ച് പ്ലാന്റ് ബേസ്ഡ് വഴിയുള്ള സാധനമാണെങ്കിൽ, ചെടികളിൽ നിന്നുള്ള അയൺ അല്ലാന്നെങ്കിൽ പച്ചക്കറിയൊക്കെ കഴിക്കുമല്ലോ, അതിൽ നിന്നുള്ള അയണിന്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ വളരെയധികം സഹായിക്കും വൈറ്റമിൻ സി. പിന്നെ മാഗ്നീഷ്യം അയൺ മെറ്റാബോളിസത്തിന് വളരെ സഹായിക്കുന്നു. എനിമിയുടെ കണ്ടീഷൻ ഇല്ലാതെയാക്കുന്നു. നോക്കിയത് എന്തൊക്കെ സംഭവങ്ങളാണ് നോക്കിയത്. omega-3 അത് സെല്ലിന്റെ, അതായത് കോശങ്ങളുടെ ഒരു കഴിവുണ്ട് അബ്സോർപ്ഷൻ ചെയ്യാനുള്ള ന്യൂട്രിയൻസിന്റെ, പോഷകങ്ങളെ വലിച്ചെടുക്കാനുള്ള കഴിവ് കൂട്ടും omega-3. അതുകൊണ്ടാണ് PVMFO എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു നേരം ന്യൂട്രിചാർജ് വുമൺ മാത്രം കഴിച്ചിട്ട് പറയും സാർ ഞാൻ കഴിച്ചു ഒമേഗയോ, അത് സാർ ഇപ്പം തൽക്കാലം നിർത്തി. പിന്നെ പ്രോട്ടീൻ 3 മാസം മുമ്പേ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ കാര്യമുള്ളൂ? ഒരു കാര്യമുള്ളൂ. അപ്പൊ ഡെയിലി കഴിക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ സപ്ലിമെന്റ്സ് ഏതുവാ നമുക്ക് നോക്കിയേക്കാം. ഓക്കെ, ന്യൂട്രിചാർജ് വുമൺ. ഓക്കെ, ഇതെന്താ ചെയ്യേണ്ടത്? എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു ടാബ്ലറ്റ് ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ കൂടെ കുടിക്കുക. ആ ഗ്ലാസ് വെള്ളം ഏതായിരിക്കണം? ചെമ്പ് പാത്രത്തിൽ വെച്ചതായിരിക്കണം. വെച്ചത്, അപ്പൊ അബ്സോർപ്ഷൻ കൂടും. ഓക്കെ, നെക്സ്റ്റ് ന്യൂട്രിചാർജ് വെജ് ഒമേഗ. ഇത് ഡെയിലി 3 എങ്കിലും കഴിക്കണം 18 വയസ്സിന്റെ മുകളിലുള്ള ആൾക്കാർ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടൊന്ന്, ലഞ്ച് കഴിഞ്ഞിട്ടൊന്ന്, ഡിന്നർ കഴിഞ്ഞിട്ടൊന്ന്. ഓക്കെ, എല്ലാവരും. പിന്നെ ശാരീരിക അവസ്ഥകൾ അനുസരിച്ച് അത് കൂടുകയും കുറയുകയും ചെയ്യും. പക്ഷെ എന്നാലും 3 മിനിമം ആയിട്ട് കഴിക്കുക 18 വയസ്സിന്റെ മുകളിലുള്ള ആൾ. പിന്നെ അത് എണ്ണ ഹെൽത്ത് കാർഡ് ഓയിൽ തന്നെ, പ്രീമിയം ഓയിൽ ഫോർ കുക്കിംഗ്. അപ്പൊ നമ്മളുടെ കയ്യിൽ ഉള്ള സ്ഥിതിക്ക് വേറെ എണ്ണ നോക്കി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഈ എണ്ണ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ പ്രോട്ടീൻ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ് ഉണ്ട്, ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ് ഉണ്ട്, ന്യൂട്രിചാർജ് കേസർ പിസ്സ പ്രോഡക്റ്റ് ഉണ്ട്. ഇവിടെ ഞാൻ 3 പ്രോട്ടീൻ കാണിച്ചത് മാത്രം. ബാക്കിയുള്ള പ്രോട്ടീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങളെ സൗകര്യം പോലെ. പക്ഷെ പ്രോട്ടീൻ എന്തായാലും വേണം. പ്രോട്ടീൻ ഈസ് ലൈഫ്. വിതൗട്ട് പ്രോട്ടീൻ യു കനോട്ട് സർവൈവ് ആൻഡ് വിതൗട്ട് പ്രോട്ടീൻ യു വിൽ നോട്ട് ഗെറ്റ് ഹീമോഗ്ലോബിൻ. എല്ലാ സാറും ഞാൻ ന്യൂട്രിചാർജ് വുമൺ കഴിക്കുന്നുണ്ട്, ഞാൻ വെജോമ കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞതിനെ കൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം പ്രോട്ടീൻ ഇല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ ഗ്ലോബിൻ എവിടുന്നാ വരിക? അതുകൊണ്ട് ഇന്നു മുതൽ തീരുമാനം എടുക്കുക, ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരും ഇനി നിങ്ങൾ ഇത് കേട്ട് പറഞ്ഞു കൊടുക്കാൻ പോകുന്ന ആൾക്കാർ. പ്രോട്ടീൻ 2 നേരം, ന്യൂട്രിചാർജ് വുമൺ 1 നേരം, ന്യൂട്രിചാർജ് വെജ് ഒമേഗ 3 നേരം മുടങ്ങാതെ കഴിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സബ്സെ പെഹലെ സെഹത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പുസ്തകത്തിന്റെ 4ാമത്തെ ചാപ്റ്ററാണ് അനീമിയ. അത് വന്നു കഴിഞ്ഞാൽ ശരിക്കും കേൾക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതൊരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മളുടെ നടുവിൽ നിന്ന് തന്നെ ഇതെല്ലാവർക്കും അറിയുന്ന മാഡമാണ് സൈരന്ദ്രി മാഡം, ആലപ്പുഴയിൽ നിന്നും. വുമൺ കഴിച്ചിട്ട് അവരുടെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ എന്താണെന്ന് അവര് കഴിഞ്ഞ പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് അവരോട് അതിന്റെ ഒരു വീഡിയോ അയച്ചു തരാൻ പറഞ്ഞു. വീഡിയോ ഞാൻ പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ചില ആൾക്കാർ അയച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഈ സൈരന്ദ്രി മാഡത്തിന്റെ ഇതുണ്ട്. ഇത് ഞങ്ങൾ ഓൾ ഓവർ ഇന്ത്യ കാണിക്കുന്നതാണ്. ഇതിൽ കുറെ നോർത്ത് ഇന്ത്യൻസിന് ഞാൻ ഐഡിയ, കാരണം അവർ ഹിന്ദി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാത്തില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഈ പറയുന്ന വീഡിയോസ് ഓൾ ഓവർ ഇന്ത്യ കാണിക്കുകയാണ്. അപ്പൊ ഈ സൈരന്ദ്രി മാഡം എന്ന് പറയുന്ന മാഡം ആലപ്പുഴക്കാരി മാത്രമല്ല, ഇപ്പോൾ ഓൾ ഓവർ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ആളും കൂടിയാണ്. അപ്പോ ഇങ്ങനത്തെ പല മാറ്റങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഈ ന്യൂട്രിചാർജ് വുമൺ കഴിച്ചിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു വീഡിയോ എടുത്തിട്ട് എനിക്ക് ഇട്ട് തരിക. ഓക്കെ, 1 മിനിറ്റ് 2 മിനിറ്റ് മാത്രം മതി. ഇനി നിങ്ങൾ കഴിച്ചിട്ട് വന്ന വ്യത്യാസവും അതുപോലെ അതിൽ കൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത വ്യത്യാസവും കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായി. അപ്പൊ നമുക്ക് ഇതൊന്ന് കേൾക്കാം, ജസ്റ്റ് ഒരു 1.5 മിനിറ്റിന്റെ കാര്യം. നമസ്കാരം, എൻ്റെ പേര് സൈരന്ദ്രി. ഞാൻ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടാണ് വീട്. ഞാനൊരു പേഷ്യൻ്റ് ആയിരുന്നു. അനീമിയ മൂലം എനിക്ക് ഒട്ടനവധി രോഗങ്ങളുണ്ടായി. എത്രയൊക്കെ മരുന്നുകൾ കഴിച്ചിട്ടും എൻ്റെ HB ലെവൽ കൂടിയില്ല.
അങ്ങനെയാണ് ഞാൻ ന്യൂട്രിചാർജ് വുമൺ പരിചയപ്പെടുന്നത്. ന്യൂട്രിചാർജ് വുമൺ കഴിച്ചു. ഞാനും വളരെ സന്തോഷത്തിലാണ്. കാരണം എൻ്റെ അനീമിക്ക് മാറി. ഞാനിപ്പം എൻ്റെ ബ്ലഡിൻ്റെ അളവ് തന്നെ ഒരു 13.1 ഗ്രാം പെർ ഡിയിലാണ്. അപ്പോൾ സ്വാഭാവികമായും എൻ്റെ അനീമിക്ക് എന്ന് പറഞ്ഞ രോഗം മാറിയപ്പോൾ തന്നെ എൻ്റെ മറ്റ് ശാരീരികമായ ബുദ്ധിമുട്ടുകളെല്ലാം മാറി. ഞാനിപ്പോൾ ഹോളിസ്റ്റിക് ഹെൽത്തിൽ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ന്യൂട്രിചാർജ് വെജ് ഒമേഗ ഞാൻ സ്ഥിരമായി തന്നെ കഴിക്കുന്നു. എൻ്റെ ഹാർട്ടും പക്കയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അത് ഒരു വീഡിയോ ആണ്. അത് ഓരോരാളുടെ റിസൾട്ട് ഒന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് എന്തായാലും ഒരു പ്രചോദനമാണ്. അപ്പൊ ഇനി വരാൻ പോകുന്ന പുസ്തകം ഇതാണ്, അതിന്റെ 4 പേജ്. പക്ഷെ ആ പുസ്തകത്തിന്റെ കൂടെ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയി കിട്ടും, പ്രൊഡക്റ്റ് സജഷൻ. അപ്പോൾ ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കൊടുക്കേണ്ട പ്രോഡക്റ്റ്. ഇപ്പൊ എനിമിയക്ക് 4ാമത്തെ പേജ് ഉണ്ടോ, ഇങ്ങനെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ നമുക്ക് ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് മാത്രമല്ല, RCM എല്ലാം കൂടി എന്താണ് ആരോഗ്യം തരുന്നത്, RCM അത് മുഴുവൻ ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ 6 കാണുമ്പോൾ ചില സമയത്ത് പുതിയ ചില ആൾക്കാർ പറയും, ഈ സാറേ 6 മേടിക്കണം. എനിക്ക് സാർ ഇപ്പൊ തൽക്കാലം 1 മേടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാകുമ്പോൾ ഈ ഓർഡറിൽ കൊടുക്കണം. 1 മേടിക്കാൻ പറ്റുമെങ്കിൽ ആദ്യം കൊടുക്കുക ന്യൂട്രിചാർജ് വുമണാണ്. 2 കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ന്യൂട്രിചാർജ് വുമണും വെച്ച് കൊടുക്കുക. ഇത് 2 കഴിക്കുമ്പോൾ തന്നെ നല്ല വ്യത്യാസം വരും. എത്രയും പെട്ടെന്ന് പ്രോട്ടീനിലേക്ക് കൊണ്ടുപോകണം. പിന്നെ എണ്ണ വീട്ടിൽ എന്തായാലും യൂസ് ചെയ്യല്ലോ, അപ്പൊ അത് തവണയാണ്. പിന്നെ ലേഡീസ് ആകുമ്പോൾ എന്തായാലും പാഡ്സ് യൂസ് ചെയ്യും. അപ്പൊ അത് കീസോളിന്റെ പാഡ് ഉണ്ട്, ഇന്റിമേറ്റ് വാഷും. അപ്പൊ എല്ലാം കൂടി ഒരു എന്താണ് പറയാ, ഒരു പാക്കേജ് ആയിട്ടാണ് കൊടുക്കുന്നത്. റൈറ്റ്. സോ ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇനി നമുക്ക് പെട്ടെന്ന് എനിമിയ ഇൻ മാനിലേക്ക് പോകാം. ഓക്കെ, ഇതുവരെ പുരുഷന്മാർ വിചാരിച്ചത് അവർക്കൊന്നും ഇല്ലാത്തതാണ്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്കൊരു സംശയമായിരുന്നേ, നമുക്കാവാനുള്ള സാധ്യത ഉണ്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് രക്തം പരിശോധിക്കണം. അപ്പൊ ഇനി ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഞാനും ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ശ്രദ്ധിച്ച് കേൾക്കുക. ഇനിയിപ്പോ എനിമിയ ഇൻ മേൻ ആയതുകൊണ്ട് ഇവിടെ ഇരുന്ന സ്ത്രീകളും പെൺകുട്ടികളും എണീറ്റ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവരെ വീട്ടിലുള്ള ആണുങ്ങൾക്കും അവരുടെ സഹോദരനും സഹോദരിക്കും കൊടുക്കാനുള്ളതാണ്. ഓക്കെ, എല്ലാവരും കേൾക്കുക. ഓക്കെ, ഇതൊരു മാരകമായിട്ട് ഭയാനകമായിട്ടുള്ള ചിത്രമാണ് കേട്ടോ സുഹൃത്തുക്കളെ. അതായത് ഇന്ത്യയില് ആൾമോസ്റ്റ് 4 പുരുഷന്മാരിൽ ഒരാൾ എനിമിക്കാണ്. 25% പുരുഷന്മാർ എനിമിക്കുന്നതാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഇതൊന്നും ശരിക്ക് ശ്രദ്ധയിൽപ്പെടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള കാര്യം. എത്ര പുരുഷന്മാർ ശ്രദ്ധിക്കാറുണ്ട്? അതുപോട്ടെ, ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർ എത്ര ആൾക്കാരുടെ ഹീമോഗ്ലോബിൻ ലെവൽ എന്താണെന്നറിയാം? അപ്പൊ ഇതൊരു വലിയ മാരകമായിട്ടുള്ളൊരു ചിത്രമാണ് നമ്മളെ മുന്നിൽ വന്നിരിക്കുന്നത്. ഡാറ്റ 25% ഓഫ് ഇന്ത്യൻ മെൻ ആർ എനിമിക്കൽ. ഓക്കെ, അതോ 15 മുതൽ 49 വയസ്സ് വരെയുള്ള കണക്കായത് കേട്ടോ. എന്നാൽ 49ന്റെ മുകളിലുള്ള എത്രയോ ആൾക്കാർ എനിമിക്ക് വേറെ ഉണ്ട്. അപ്പൊ ഈ പെർസെന്റേജ് എന്തായാലും ചാടി മുന്നോട്ടേക്ക് പോകും. ഇത് ഗവൺമെന്റ് ഡാറ്റയാണ്, നമ്മൾ വെറുതെ എന്തെങ്കിലും ഒരു ഇതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചല്ല. ഇറ്റ്സ് എ ഗവൺമെന്റ് ഡാറ്റ. റൈറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിലൊക്കെ പോലെ കിട്ടുന്ന സാധനങ്ങളേ ഉള്ളൂ. പക്ഷെ ഇത് ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ കണക്കായി പറഞ്ഞിരിക്കുന്നത് 25%. പക്ഷെ 49ന്റെ മുകളിൽ പിന്നീടുള്ള ആൾക്കാരൊക്കെ എത്രയാൾ എനിമിക്കണ്ട ഇവിടെ. അപ്പൊ ഇതിന്റെ പെർസെന്റേജിന്റെ സ്ഥിതി എന്തായിരിക്കും? സോ വി ആർ നോട്ട് ഇൻ എ വെരി സേഫ് സോൺ, ഓൾ ദി ജെന്റിൽമെൻ ഓവർ ദെയർ. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇതാണ് വേണ്ടത്. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതു. ആസ് പെർ WHO നോർമൽ ഹീമോഗ്ലോബിൻ ലെവൽ പുരുഷന്മാർക്ക് 14 മുതൽ 18 ഗ്രാം പെർ ഡെസിലിറ്റർ. പക്ഷെ 14ന്റെ താഴോട്ട് പോകുമ്പോൾ 13ന്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ പുരുഷന്മാർ എനിമിക്കിലേക്ക് നീങ്ങുന്നുള്ളൂ. 1 ഗ്രാം പെർ ഡെസിലിറ്ററിന്റെ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. പക്ഷെ 13ന്റെ താഴെ അല്ല ഇവിടെ കാണുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും താഴെ കാണുന്നത്. 13ന്റെ താഴെ എന്ന് പറഞ്ഞാൽ 12 ആവാലോ. പക്ഷെ ഇവിടെ 9, 10 ഉള്ള പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് വിനീതമായുള്ള അഭ്യർത്ഥന വീണ്ടും ഞാൻ ചെയ്യാണ്. കുടുംബസമേതം പോയി ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇതിന്റെ ഏറ്റവും വലിയ കാരണങ്ങൾ എന്താണ്? ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ്, പോഷക ന്യൂനത. കാരണം ഇപ്പോഴും നമുക്കത് മനസ്സിലായിട്ടില്ല എന്നതാണ്. പോഷകങ്ങൾ കുറഞ്ഞാലുള്ള പ്രശ്നങ്ങളും പോഷകങ്ങൾ കുറഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്താണ്. നമ്മളിപ്പോൾ വിചാരിക്കുന്നത് ഇത് വലിയ ആവശ്യമൊന്നും ഇല്ലാത്തതാണ്, ചുമ്മാതെ എന്തൊക്കെയാണ്. നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ പോലും അങ്ങനെ ചിന്തിച്ചു കളയുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നാറുണ്ട് എനിക്ക്. ഇതൊരു കമ്പനീനെ നന്നാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ കമ്പനി ചില ആൾക്കാർക്ക് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഗിമ്മികളൊന്നും അല്ല സുഹൃത്തുക്കളെ. ഇതൊക്കെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉണ്ടാക്കിയ നിബന്ധനകളുടെ ഭാഗമായിട്ടാണ്. അത് മാത്രമല്ല, ഒരു വ്യക്തിയുടെ ശരീരത്തിൽ വേണ്ടത് പോഷകങ്ങളാണ്, അല്ലാതെ മരുന്നല്ല. പക്ഷെ അത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ സങ്കടം. ഓക്കെ, അപ്പൊ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയാണ്. അപ്പൊ അതിൽ നമുക്ക് നോക്കാൻ എങ്ങനെയാണ്? ലോ അയൺ ഇൻടേക്ക്. പുരുഷന്മാർ അയണിന്റെ ഇൻടേക്ക് കുറയുന്നു. ലോ പ്രോട്ടീൻ ഇൻടേക്ക്, അയണും ഇല്ല പ്രോട്ടീനും ഇല്ല, പിന്നെ ഹീമോഗ്ലോബിൻ അങ്ങനെ ഉണ്ടാവും. ലോ ലെവൽ ഓഫ് വൈറ്റമിൻ B12, ലോ ലെവൽ ഓഫ് ഫോലേറ്റ്. അപ്പൊ പോഷക ന്യൂനതയാണ്. അപ്പൊ നമ്മൾ പോഷകങ്ങൾ കൃത്യമായി കഴിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ കിട്ടിയേനെ. അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഹീമോഗ്ലോബിൻ ലെവൽ കുറയാനുള്ള സാധ്യത കുറഞ്ഞേനെ. പക്ഷെ ചെയ്തില്ല. അതാണ് നമ്പർ 1. നമ്പർ 2, ക്രോണിക് ഡിസീസസ്. അതായത് കാലാകാലങ്ങളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു അസുഖം നമ്മളെ പിടിവിട്ടിട്ടുണ്ട്, അത് പിടിവിട്ട് പോകുന്നുമില്ല.
അസുഖബാധിതരാണ് നമ്മൾ, അതിനുവേണ്ടി എല്ലാ ദിവസവും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതും നിങ്ങൾക്ക് എനിമിക്കിലേക്ക് കൊണ്ടുവന്നുണ്ട് നിങ്ങളെ. അതിൽ പെട്ടതാണ് കിഡ്നി ഡിസീസ്, ലിവർ ഡിസോർഡർ, പിന്നെ പ്രമേഹം, ഡയബറ്റീസ്, പിന്നെ ക്രോണിക് ഇൻഫ്ലമേഷൻ, നീർക്കെട്ട്, കാലാകാലങ്ങളായിട്ട് ശരീരത്തിൽ നീർക്കെട്ട്, ആന്തരിക നീർക്കെട്ട്, വെളിയിൽ നീർക്കെട്ട്, അങ്ങനെ പലതരം. ഇതെല്ലാത്തിന്റെയും കാരണവും ഇതൊക്കെ വരുമ്പോഴേക്കും ആ പുരുഷന് എനിമിയ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെ അതിന്റെ ലക്ഷണങ്ങളാണ്. പിന്നെ ഇൻക്രീസ്ഡ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്. ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുമ്പോഴാണ് നോർമൽ സെൽ വികൃതമായി പോകുന്നത്. ഇത് കണ്ടോ, ആ സെല്ലിന്റെ ആദ്യം ഉണ്ടോ, അത് നോർമൽ സെല്ലായിരുന്നു. ഓക്സിഡേറ്റീവ് സ്ട്രെസ് കിട്ടിക്കൊണ്ടിരുന്നു. ഓക്സിഡേറ്റീവ് സ്ട്രെസ് എങ്ങനെ കിട്ടുന്നത്? ഫ്രീ റാഡിക്കൽസ് വരുന്നതുകൊണ്ട്. ഫ്രീ റാഡിക്കൽസ് അറ്റാച്ച് ആയി, കണ്ടോ ഇങ്ങനെ കുത്തു 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 പോലെ. ഈ ഫ്രീ റാഡിക്കൽസ് സെൽസിൽ, നോർമൽ ആയിട്ടുള്ള സെൽ അറ്റാച്ച് ആയപ്പോഴേക്കും അതിന്റെ ഷേപ്പേ മാറിപ്പോയി. ഓക്സിഡേറ്റീവ് സ്ട്രെസ് സമ്മർദ്ദം കൊണ്ട് അത് ആകെ എന്താണ് പറയുക, വീക്കായി. ഇങ്ങനെയുള്ളതാണ് പതിയെ ക്യാൻസറസ് ഗ്രോത്തിലേക്ക് പോകുന്നത്. ശാരീരികമായിട്ടും അവയവങ്ങളും എല്ലാം നശിച്ചു പോകുന്നത്. ഇതിന്റെ എല്ലാം കാരണം എന്തുവാണ്? അതും എനിമിക്കാണ് കാരണം. പിന്നെ മൂന്നാമത്തെ കാരണം ബ്ലഡ് ലോസ്. പുരുഷന്മാരുടെ ബ്ലഡ് ലോസ് എങ്ങനെ സംഭവിക്കുക? അവർക്ക് ഉണ്ടാകുന്നത് അൾസർ, വയറ്റിനകത്ത് അൾസർ ഉണ്ടെങ്കിൽ, ഹെമറോയിഡ്സ്, അതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പൈൽസ് അങ്ങനത്തെ അസുഖം ഉണ്ടെങ്കിൽ, പിന്നെ ഇഞ്ചറി, എവിടെയെങ്കിലും മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഏതെങ്കിലും സർജറിയിലുണ്ടെങ്കിൽ, ഇതുവഴിയാണ് രക്തം പോകാനുള്ള സാധ്യത കൂടുതൽ. അപ്പോ ഇതൊക്കെ ഉള്ള ആൾക്കാർ, ഇതൊക്കെ സംഭവിച്ച് ആണുങ്ങളും അതുപോലെ പുരുഷന്മാരും ഉണ്ടെങ്കിൽ, ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്ന കാര്യം നല്ലതായിരിക്കും. കാരണം അവർക്ക് എനിമിക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വേം ഇൻഫെസ്റ്റേഷൻ, ഓക്കെ, അത് വിരശല്യം. പല ആൾക്കാരും കൂടുതൽ വിരകൾ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ ജനറ്റിക് ഡിസോർഡർ ആണത്. സിക്കിൾ സെൽ, ഇത് വിരശല്യം ഒന്ന്. പിന്നെ അഞ്ചാമത്തേതാണ് ജനറ്റിക് ഡിസോർഡർ. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അയൺ ഡെഫിഷ്യന്റ് എനിമിയ ആണെങ്കിൽ ഈ രണ്ട് കേസുകളും എനിമിയ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂട്ടും. പക്ഷെ ഇത് ജനറ്റിക് ആയിട്ട് വരുന്നത്, ജന്മനാ കിട്ടുന്നതാണ്. സിക്കൽ സെൽ ഡിസീസും തലസീമിയ എന്നും പറയുന്നത്. അപ്പോ അങ്ങനെയാകുമ്പോൾ റെഡ് ബ്ലഡ് സെൽസിന്റെ അളവ് കുറയും, ബ്ലഡ് സെൽസിന്റെ ഷേപ്പ് മാറും. അങ്ങനെയാകുമ്പോൾ ശരീരത്തിൽ രക്തത്തിന്റെ അളവ് കുറയും. ശരിയായിട്ടുള്ള ആൾക്കാർ തന്നെ ഇപ്പോൾ രക്തമില്ലാത്ത ആൾക്കാരാണ്, ഹീമോഗ്ലോബിൻ ഇല്ലാത്ത ആൾക്കാർ. അപ്പൊ ഇങ്ങനത്തെ രണ്ട് ഡിസോർഡർ ഉള്ള ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിട്ട് അതിന്റെ ഉള്ളതിനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ടി വരും, ഇല്ലെങ്കിൽ തളർന്നു വീണു. പിന്നെ ഏജ് അഡ്വാൻസ്മെന്റ്. 60 വയസ്സിന്റെ മുകളിലോട്ട് പോകുമ്പോൾ ഈ എനിമിയ വരാനുള്ള സാധ്യത പുരുഷന്മാരിൽ വളരെയധികം കൂടുകയാണ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? 15 മുതൽ 49 വയസ്സ് വരെ ഉള്ള പുരുഷന്മാരിൽ 25% എനിമിക്കാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, 49ന്റെ മുകളിൽ പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ആ പെർസെന്റേജ് ഈസ് ഗോയിങ് ടു ബി വെരി വെരി ഹൈ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ജീവിതശൈലി, ഏഴാമത്തെ കാരണം എനിമിക്കാവുന്നതിന്റെ ജീവിതശൈലിയാണ്. അപ്പൊ പുരുഷന്മാരുടെ ജീവിതശൈലി, ആൺകുട്ടികളുടെ ജീവിതശൈലി എന്താണത്? ഹൈ ആൽക്കോഹol കൺസംഷൻ, മദ്യം വല്ലാതെ കഴിക്കുക, പുകവലിക്കുക, അതുപോലെ ജങ്ക് ഫുഡുകൾ വല്ലാതെ കഴിക്കുക, അതുപോലെ പുരുഷന്മാരിലെ ലോ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ. അപ്പോ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയുമ്പോൾ RBC പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കുറഞ്ഞു പോകും. അങ്ങനെയാണ് വന്ധ്യതയും സംഭവിക്കും അവിടെ. മനസ്സിലായില്ലേ? അപ്പൊ പോഷക ന്യൂനതയും ജീവിതശൈലിയും എല്ലാം തന്നെ താറുമാറായാൽ ആ പുരുഷനും ആൺകുട്ടിക്കും ആരോഗ്യത്തോടെ നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറും. ഓക്കെ, പിന്നെ ഇതിന്റെയൊക്കെ എഫക്റ്റ് എന്താ? എനിമിക് ആയി കഴിഞ്ഞാൽ പുരുഷന്മാരിൽ ആൺകുട്ടികൾ ഉണ്ടാകുന്ന ആ ഇഫക്റ്റ് എന്താ നോക്കുക. ഒന്ന്, ഹാർട്ട് റേറ്റ് വല്ലാതെ കൂടാതെ തുടങ്ങും. ഓക്കെ, കാരണം എനിമിക്കാണ്, ബ്ലഡ് ഇല്ല. അപ്പൊ ബ്ലഡിനെ വലിക്കാൻ, അപ്പൊ ഇൻക്രീസ് ലോഡ് ഓൺ ഹാർട്ട്. അപ്പൊ രക്തമില്ലാത്തത് ഹാർട്ട് വലിക്കണമെങ്കിൽ രക്തം ഉണ്ടാവണ്ടേ? അപ്പൊ ഹാർട്ടിന്റെ ലോഡ് കൂടും. പിന്നെ ലോവർ പ്രൊഡക്ടിവിറ്റി, വല്ലാതെ ക്ഷീണമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മൾ ക്ഷീണിച്ചു പോകും. നമ്മൾ വിചാരിക്കും എക്സസൈസ് ഒക്കെ ചെയ്യണം, പക്ഷെ എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് ക്ഷീണിക്കാനല്ലല്ലോ, ആരോഗ്യത്തിന് വേണ്ടിയല്ലേ. പക്ഷെ ഇവിടെ നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകും. അതുകൊണ്ട് റെഡ്യൂസ്ഡ് എക്സസൈസ് ടോളറൻസ്, മനസ്സിലായില്ലേ? പിന്നെ എക്സ്ട്രീം ഫെറ്റീഗ് ക്യാൻ ലിമിറ്റ് ഡെയിലി ആക്ടിവിറ്റീസ്, വല്ലാതെ ക്ഷീണം തോന്നുക. അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുക. അതുപോലെ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് പതിയെ പതിയെ മാരകമായിട്ടുള്ള വലിയ അസുഖങ്ങളിലേക്ക് നിങ്ങളെ നയിക്കും. അതാ പറഞ്ഞത്, ഇപ്പം തന്നെ ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ആയതിനു ശേഷം അതിന്റെ പുറകെ പോകുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമല്ലോ സുഹൃത്തെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അസുഖം വരാതിരിക്കട്ടെ, അതിനു വേണ്ടിയിട്ടുള്ള ഉപായങ്ങൾ കണ്ടെത്തണം. അപ്പോ പുരുഷന്മാർക്കും എനിമിയിൽ നിന്ന് മാറാനുള്ള സീഡ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്, റൈറ്റ്? അപ്പോ അത് സമഗ്രമായിട്ടുള്ള എനിമിയിൽ നിന്ന് മുക്തം നേടാൻ വേണ്ടിയിട്ട് പുരുഷന്മാരും ആൺകുട്ടികളും ചെയ്യേണ്ട കാര്യങ്ങൾ: ഉറങ്ങേണ്ടത്, സ്ലീപ്പ്. ഓക്കെ,
7 മുതൽ 8 മണിക്കൂർ നല്ലവണ്ണം ഉറങ്ങുക. അപ്പോൾ നമ്മളുടെ ആന്തരിക നീർക്കെട്ട്, ബ്ലഡ് ഫോർമേഷൻ, ഡിറ്റോക്സിഫിക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് നടക്കും. ഓക്കെ. അതുപോലെ തന്നെ സ്ലീപ്പ് എരിയേഴ്സ് ഉണ്ടാക്കി വെക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഴ്ചയിൽ 4 മണിക്കൂർ ഉറങ്ങുക, എന്നിട്ട് അവധി ദിവസം അത് കോമ്പൻസേറ്റ് ചെയ്തിട്ട് 8-9 മണിക്കൂർ ആക്കുക. അതല്ല, എല്ലാ ദിവസവും 7 മുതൽ 8 മണിക്കൂറാണ്. അത് തീരുമാനം എടുക്കുക. അപ്പോ എത്ര മണിക്കാണോ ഉറങ്ങാൻ തീരുമാനിക്കുന്നത്, എണീക്കുന്ന എത്ര മണിക്കാണോ അതനുസരിച്ച് മൈനസ് ചെയ്യുക. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ 8 മണി മുതൽ 9 മണി 3 മണിയിലെ രാത്രിയത്ത്, പുലർച്ചെ 3 മണിയും രാത്രി 8 മണിന്റെ നടുക്കാണ് ശരീരത്തില് മെയിന്റനൻസ് നടക്കുക. നമ്മൾ എല്ലാ കാര്യങ്ങളും മെയിന്റനൻസ് ചെയ്യാറില്ലേ? വീട്ടിന് പെയിന്റ് അടിക്കും, വണ്ടിക്ക് സർവീസിന് കൊടുക്കും, നമ്മൾ വസ്ത്രങ്ങൾ അലക്കും, പ്രസ് ചെയ്ത് വെക്കും, ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ കഴുകി വെക്കും, വീട് ക്ലീൻ ചെയ്യും. പക്ഷെ നമ്മളെ മെയിന്റനൻസ് എവിടെ കൊടുത്തിരിക്കുന്നത്? ജനിച്ചതിന് ശേഷം എന്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ? ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നല്ലാതെ. അപ്പൊ മെയിന്റനൻസ് നടക്കുന്നത് 8 മണി മുതൽ 3 മണി വരെയാണ്. ആ സമയത്തൊന്നും കഴിക്കാൻ പാടില്ല എന്നാ പറയാ. നിങ്ങളും അത് ചെയ്തു കഴിഞ്ഞാൽ ഗുണങ്ങൾ ഉണ്ടാവും. വൺസ് ഇൻ എ ബ്ലൂ മൂൺ ചില നമുക്ക് സാധിക്കില്ല, നമ്മൾ ടൂറൊക്കെ പോയി എന്തോ. എന്നാലും കൃത്യത പാലിക്കാൻ നോക്കുക. എത്രയധികം കൃത്യത പാലിക്കുന്നുവോ, ഇപ്പൊ നിങ്ങൾ ഒരുപക്ഷെ 11 മണിക്ക് ഉറങ്ങുന്നത് വിചാരിക്കും, എത്രയും പതുക്കെ 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 പെട്ടെന്ന് അതിനെ 8 മണിയുടെ അല്ലെങ്കിൽ 9 മണി മിനിമം അവിടത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. ഇന്നിപ്പോ ഞാൻ 11 മണിക്കാണ് ഉറങ്ങുന്നത്, ഇന്ന് തന്നെ നിങ്ങളോട് 9 എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമില്ല, അല്ലെ നാളെ തൊട്ടുമ്പോൾ നടക്കുന്ന കാര്യമൊന്നുമില്ല, പെട്ടെന്നാവില്ല അത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്ലോലി യു കം ക്ലോസർ ടു 9 o'clock. എന്നിട്ട് നേരത്തെ എണീക്കുക. ഇറ്റ് വിൽ ഗിവ് യു എ വണ്ടർഫുൾ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി തരും നിങ്ങളുടെ ശരീരത്തിലും മൊത്തത്തിലും. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഒരു ദിവസം ഇഷ്ടംപോലെ സമയമുള്ള പോലെ നിങ്ങൾക്ക് തോന്നും. ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനാവും. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഇന്ന് ഉറങ്ങാൻ പോകുന്നതിന്റെ മുന്നേ നാളെ എന്തൊക്കെ ചെയ്യാൻ പോകുന്നുണ്ടോ അത് എഴുതി വെക്കണം. നമ്മൾ നാളെ എന്താ ചെയ്യേണ്ടതെന്ന് ഉറങ്ങി എണീറ്റ് തയ്യാറായതിനു ശേഷം നോക്കുക. അതാണ് പ്രശ്നം. നാളെ എന്ത് ചെയ്യണമെന്ന് ഇന്ന് രാത്രി തീരുമാനിക്കണം. എന്നിട്ട് ആ എഴുതി വെച്ചത് മാക്സിമം ചെയ്യാൻ ശ്രമിക്കണം. വിട്ടുപോയതിനെ അടുത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ നാളെ ചെയ്യാൻ പോകുന്ന കാര്യം എഴുതി വെക്കുകയും രാത്രി ഇന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അത് രണ്ടും എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല പെർഫെക്റ്റ് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോഴേക്ക് നല്ല ആരോഗ്യപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ആരോഗ്യപരമായിട്ട് നിൽക്കാനും ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും വിജയിയായും ഭവിക്കാൻ നമുക്ക് സാധിക്കും. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ പറയും സമയമില്ല. എന്റെ സുഹൃത്തുക്കളെ ഞാൻ ചോദിച്ചു നോക്കട്ടെ, എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും 24 മണിക്കൂറല്ലേ ഒരു വ്യക്തിക്ക് ഒരു ദിവസം ഉള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് കുറവുണ്ടാവും? ഇല്ലല്ലോ. എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ ആ 24 മണിക്കൂറിന്റെ ടൈം മാനേജ്മെന്റ് ആണ് അത്യാവശ്യമായിട്ടുള്ള കാര്യം. അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇന്ന് രാത്രി ഉറങ്ങുന്ന സമയം എഴുതി വെക്കുക. അതിനുശേഷം നാളെ രാത്രി ഉറങ്ങുന്നത് വരെ ഓരോ മിനിറ്റ് സെക്കൻഡ് വെച്ച് നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കാൻ പോയത്, പിന്നെ ക്ലാസ്സിൽ പോയത്, മീറ്റിങ്ങിന് പോയത് എല്ലാം എഴുതി വെക്കുക. അവസാനം കണക്കൂട്ടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 24 മണിക്കൂർ 17 മണിക്കൂറും നമ്മൾ വേസ്റ്റ് ആക്കിയതാണ്. എന്നിട്ട് പറയും നമുക്ക് സമയമില്ല. സോ മേക്ക് ഷുവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് ഈ സീഡ്സ് പറയുമ്പോൾ ഒരു നെഗറ്റീവ് തോട്ട്സ് മനസ്സിൽ വരാൻ പാടില്ല, പോസിറ്റീവ് തോട്ട്സ് മാത്രമേ വരാൻ പാടുള്ളൂ. അയ്യോ ഇത് നടക്കത്തില്ല, ഇതെങ്ങനെ നടക്കാനാ, വീട്ടിൽ തന്നെ വരുന്ന 11 മണിക്കല്ലേ, ഹൂ ടോൾഡ് യു ടു കം അറ്റ് 11 o'clock? എപ്പോഴെങ്കിലും ചില സമയം ടൂറിലൊക്കെ പോയാൽ ശരി, എല്ലാ ദിവസവും 11 മണിക്ക് പറഞ്ഞാൽ നടക്കുന്നില്ല. അത് എനിക്ക് ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് ഇപ്പൊ ടൂറിന് പോയിക്കൊണ്ട് അവിടെ താമസിക്കില്ലേ, അപ്പൊ അവിടെ 11 മണി കിടന്നുറങ്ങിക്കൂടെ? സോ മേക്ക് ഇറ്റ് ഷുവർ നയർ. ഓക്കെ, റൈറ്റ്. പിന്നെ ഇമോഷണൽ വെൽബീങ് എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക. അപ്പൊ നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ടാക്കുക, എന്നിട്ട് നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. അല്ലാതെ വേണ്ടാത്ത വർത്താനം പറഞ്ഞ് ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ അതൊന്നും പറയാൻ പാടില്ല. നല്ല ക്വാളിറ്റി ടൈം, സന്തോഷവും സമാധാനവും അതുപോലെ സ്ട്രെസ് കുറയ്ക്കുന്നതുമായിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടാക്കുക, അങ്ങനത്തെ സുഹൃത്തുക്കൾ ഉണ്ടാക്കുക. പിന്നെ ഒരു പ്രതിജ്ഞ ചെയ്യണം കേട്ടോ, എല്ലാവരോടും ഞാൻ വിനീതമായ ഒരു അഭ്യർത്ഥനയായിരുന്നു, സാധിക്കില്ല എന്ന് മാത്രം പറയരുത്. കാരണം ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം വന്നിട്ട് അധികമൊന്നും ആയിട്ടില്ല അല്ലേ? ഇതിന്റെ മുന്നേയും നമ്മളുടെ വീട്ടിലുള്ള അച്ഛൻ, അപ്പൂപ്പൻ, അമ്മ, അമ്മൂമ്മ എല്ലാം ജീവിച്ചു പോയില്ലേ? അവരുടെ അച്ഛനും അപ്പൂപ്പനും ജീവിച്ചു പോയില്ലേ? അങ്ങനെ നമുക്കും ഈ ഒരു മൊബൈൽ ഫോണിന് മിനിമം ഒരു 2 മണിക്കൂർ ദൂരെ വെക്കാൻ പറ്റും. 24 മണിക്കൂർ. രാത്രി ഉറങ്ങുന്ന സമയമല്ല പറഞ്ഞ കേട്ടോ, ഉറങ്ങുന്ന എന്തായാലും പോട്ടെ. ഉറങ്ങുന്നതിന്റെ പുറമെ ഉറങ്ങാത്ത സമയത്ത് ദിവസം 2 മണിക്കൂർ അത് സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റി വെക്കും എന്നുള്ള പ്രതിജ്ഞ എടുക്കാൻ പറ്റും. ആ 2 മണിക്കൂർ പ്രകൃതിയോടും ഔട്ട്ഡോർ ഒക്കെ ഒന്ന് ഇറങ്ങിപ്പിടിച്ച് നല്ല സന്തോഷിക്കാൻ, ചെടികളോട് സംസാരിക്കുക, അതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒന്ന് ചെയ്തു നോക്കിയേ. വാട്ട് ഈസ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഗെറ്റ്? അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. എന്നാലേ പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല. ഒന്ന് ചെയ്തു നോക്കും.
You will definitely enjoy it. Okay? Make a rule of spending a particular time in the day where your entire family should be together. Very, very important point. ഇതൊക്കെ ഞാൻ ഫിസിക്കൽ മീറ്റിംഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ പണ്ടത്തെ പോലെ 10-15 ആൾക്കാരൊന്നും ഉണ്ടാവാറില്ലല്ലേ, 4-5 ആൾക്കാർ. അപ്പോ എല്ലാ ദിവസവും അധികമൊന്നും ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഈ 5 പേര് ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്താ പറ്റണം. അരമണിക്കൂർ എല്ലാവരും കൂട്ടത്തോടെ ഇരിക്കുക, കാര്യങ്ങൾ പറയുക, ചിരിക്കുക, സമാധാനം, നല്ല സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓപ്പൺ ആയിട്ട് പറയുക. എന്തുമാത്രം സ്ട്രെസ് കുറയുമെന്നറിയോ? കാരണം വി ആർ ഓൾ ഓപ്പൺ, എല്ലാവരും ഓപ്പൺ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും എല്ലാവരെയും അറിയാം. ഇവിടെ ഇപ്പൊ അതല്ലല്ലോ, വീട്ടിന്റെ അകത്ത് തന്നെ നമ്മൾ അപരിചിതരെ പോലെയല്ലേ നടക്കുന്നത്, പിന്നെ എങ്ങനെയാ ശരിയാവുക? ഓക്കെ. പിന്നെ ഗാർഡനിങ് വളരെ നല്ലൊരു ഹോബിയാണ് കേട്ടോ. ഈ ഒരു സ്റ്റഡിയൊക്കെ പറയുന്നത്, ജാപ്പാനീസ് സ്റ്റഡി എന്താ പറഞ്ഞിരിക്കുന്നത്, ഗാർഡനിങ് ചെയ്ത് കഴിഞ്ഞാൽ ആയുസ് കൂടും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അവിടെ ആൾക്കാർക്ക് അസുഖവും ഇല്ല, 110-120 വർഷം വരെ ജീവിച്ചു പോകുന്നുണ്ട്, ഒരു ടെൻഷനും ഇല്ല അവർക്ക്. ഏത് പ്രായത്തിൽ എങ്ങനെ വേണേൽ ശരീരം കൊണ്ട് അവർ വളഞ്ഞു പോവുകയും ചെയ്യും. അപ്പൊ ഗാർഡനിങ് ഒക്കെ ചെയ്യൂ, ചെടികളോട് സംസാരിക്കൂ. പിന്നെ അത് മാത്രമല്ല, ആ ചെടികളിൽ നിന്ന് കിട്ടുന്ന പുഷ്പങ്ങളും ഫലങ്ങളും കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടാനുണ്ട്. ഇതൊക്കെ സമയമില്ല എന്ന് പറഞ്ഞിട്ടൊരു ഉടന്തൻ ന്യായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തിനാ സമയം ഉണ്ടാവുക? ഹലോ. ഓക്കെ. നീ എക്സസൈസ് എന്താണ്? നല്ല സ്പീഡിൽ നടക്കണം. രാവിലെ നടക്കാൻ പോകുന്നത് ശരി തന്നെ, പക്ഷെ അതിങ്ങനെ ഇതിങ്ങനെ ചുമ്മാ കാതിലിങ്ങനെ മ്യൂസിക് വെച്ച് പതുക്കെ അതിലല്ല, നല്ല സ്പീഡിൽ നടക്കുക. അതുപോലെ സൈക്ലിംഗ് ചെയ്യുക, സ്വിമ്മിങ് ചെയ്യുക. ഇത് 3 നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസ് ആണ്. എസ്പെഷ്യലി സ്വിമ്മിങ് ആൻഡ് സൈക്ലിംഗ് ഇസ് വെരി വെരി ഗുഡ്. കാരണം അതിന് ഒരു നിശ്ചിത സ്പീഡിൽ തന്നെ പോകേണ്ടി വരുമല്ലോ. നടത്തത്തിൽ മാത്രമേ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കളിയേ. അപ്പോ നടത്തമില്ലെങ്കിലും സൈക്ലിങ്ങും അതുപോലെ തന്നെ സ്വിമ്മിങ്ങും വളരെ നല്ലതായിരിക്കും. ഓക്കെ. ദെൻ സ്ട്രെങ്ത് ട്രെയിനിങ് 2-3 തവണ ഒരാഴ്ചയിൽ ചെയ്യുക. ടെമ്പിൾസ് മേടിച്ച് വെച്ചാൽ മതി വീട്ടില്. ഇനിയിപ്പോ ടെമ്പിൾസ് ഇല്ലെങ്കിൽ വീട്ടിൽ ബക്കറ്റ് ഉണ്ടാവില്ല, അതിൽ വെള്ളം നിറച്ച് വെക്കുക, എന്നിട്ട് അതിങ്ങനെ പതുക്കെ പൊതിക്കുക. അതൊരു 2-3 തവണ ഒരാഴ്ച ചെയ്താൽ നിങ്ങള് ബൈസെപ്സ് മസിൽസ് ഒക്കെ ഒന്ന് ഗ്രോ ചെയ്യും. അത് പറഞ്ഞുകൊണ്ട് ഓവർ ട്രെയിനിങ് ചെയ്യരുത് കേട്ടോ. ജിമ്മിലൊക്കെ പോയിട്ട് ആ പകല് അതും പറ്റില്ല, ഓവർ ട്രെയിനിങ് ചെയ്യാനില്ല. കാരണം ഈ ഓവർ ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരും വേണ്ടത്ര പോഷകങ്ങളൊന്നും കഴിക്കാറില്ല. അതുകൊണ്ട് പോഷകങ്ങൾ കഴിക്കുന്നത് കുറവും എക്സസൈസ് വല്ലാതെ കൂടുമ്പോഴും, അഥവാ നിങ്ങൾ എനിമിക് ആണെങ്കിൽ ആ എനിമിയുടെ അവസ്ഥ വല്ലാതെ കൂട്ടിക്കളി. അത് നിങ്ങളെ കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും. മനസ്സിലായോ? അതുകൊണ്ട് ഓവർ ട്രെയിനിങ് ആവശ്യമില്ല, ഓവർ സ്ട്രെയിനിങ്ങും ആവശ്യമില്ല, ഓവർ ട്രെയിനിങ്ങും ആവശ്യമില്ല. അതൊന്ന് മനസ്സിലാക്കുക. ആവശ്യത്തിന് മാത്രം ചെയ്യും. ഓക്കെ. പിന്നെ ഡയറ്റ്. ഓക്കെ. ഇത് പുരുഷന്മാരുടെ എനിമിയ ഉള്ള ആൺകുട്ടികളും പുരുഷന്മാർക്കുമുള്ള സീഡ്സ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അയൺ റിച്ച് ഫുഡ് കഴിക്കുക. അതില് പാലക്ക, ചീര, പിന്നെ കറിവേപ്പില, ഗ്രീൻ വെജിറ്റബിൾ, പച്ച നിറത്തിലുള്ള പച്ചക്കറികൾ, ക്യാരറ്റ്, പിന്നെ ഈത്തപ്പഴം. ഓക്കെ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫിക്സ് അതൊക്കെ കഴിക്കാം. ഓക്കെ. അത്തിപ്പഴം. ഓക്കെ. പിന്നെ ഉള്ളത് ഇൻക്രീസ് യുവർ കൺസംഷൻ ഓഫ് ലെമൺ ജ്യൂസ്. അത് ഏതൊരാൾക്കും നല്ലതാണ്. ലെമൺ ജ്യൂസ് നല്ലോണം അധികം യൂസ് ചെയ്ത് തുടങ്ങുക. പക്ഷെ അതിൽ അനാവശ്യമായിട്ടുള്ള ആഡ് ഓൺസ് ഒന്നും ചേർക്കരുത്. അതേപോലെ എല്ലാവിധ ഭക്ഷണങ്ങളും എല്ലാവിധ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക. കാരണം ഈ വൈറ്റമിൻ സി കൂടുതൽ എടുത്താൽ നിങ്ങൾ അയണിന്റെ അബ്സോർപ്ഷൻ കൂട്ടും. അയണിന്റെ അബ്സോർപ്ഷൻ കൂട്ടുമ്പോൾ അയൺ ഡെഫിഷ്യന്റ് എനിമിയ ആവാനുള്ള സാധ്യത കുറയും. ഓക്കെ. അതേപോലെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ചായയും കാപ്പിയും കുടിക്കുന്നത് നിർത്തലാക്കണം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യല്ലോ. ആദ്യം വെള്ളം കുടിക്കണ്ട എന്ന് പറഞ്ഞ് എങ്ങനെയോ ഒന്ന് ശരിങ്ങനെ മാറ്റി എടുത്തിട്ടുണ്ട് ഞാൻ. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കരുത്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കുടിക്കരുത്, ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിക്കരുത്. ഇത് പലവട്ടം പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഭക്ഷണം കഴിച്ച ഉടനെയും ചായയും കാപ്പിയും കുടിക്കാതിരിക്കുക. അതായത് 1 മണിക്കൂർ മുമ്പേ 1 മണിക്കൂർ ശേഷം മാത്രമേ ചായയും കാപ്പിയും കുടിക്കാൻ പാടുള്ളൂ ഭക്ഷണം കഴിക്കുന്നുണ്ട്. റൈറ്റ്. ഓക്കെ. ന്യൂട്രിയൻസ്. ഇനി പോഷകങ്ങൾ എന്തൊക്കെയാ കഴിക്കേണ്ടി വരിക? പുരുഷന്മാർക്കും ആൺകുട്ടികൾക്കും സെയിം. അയൺ ഇറ്റ്സ് എ കോർ കമ്പോണന്റ് ഓഫ് ഹീമോഗ്ലോബിൻ. അപ്പൊ അയൺ എന്തായാലും വേണം. വൈറ്റമിൻ B12 RBC പ്രൊഡക്ഷനും DNA സിന്തസൈസിനും ആവശ്യമാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. പിന്നെ ഫോലേറ്റ്, വൈറ്റമിൻ B9, അത് RBC മെച്യൂർ ആവാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. വൈറ്റമിൻ സി അയണിന്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ ആവശ്യമാണ്. റൈറ്റ്. പ്രോട്ടീൻ, അത് ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ഹീമോഗ്ലോബിന്റെ. കാരണം ഹെം പ്ലസ് ഗ്ലോബിൻ അമിനോ ആസിഡ് വരണം. അപ്പൊ പ്രോട്ടീൻ വേണം. പ്രോട്ടീൻ ഉണ്ടെങ്കിലാണ് മസിൽസ് ഉണ്ടാകത്തുള്ളൂ, പ്രോട്ടീൻ ഉണ്ടെങ്കിലേ സ്കിൻ ഉണ്ടാകത്തുള്ളൂ, പ്രോട്ടീൻ ഉണ്ടെങ്കിലേ നഖം ഉണ്ടാകത്തുള്ളൂ, പ്രോട്ടീൻ ഉണ്ടെങ്കിലേ മുടി ഉണ്ടാകത്തുള്ളൂ, പ്രോട്ടീൻ ഉണ്ടെങ്കിലേ അസ്ഥികൾ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ എന്തായാലും പ്രോട്ടീൻ വേണം.
കോശങ്ങൾക്കും പ്രോട്ടീൻ വേണം. പിന്നെ സിങ്ക് ആൻഡ് കോപ്പർ, കോ ഫാക്ടേഴ്സ് ഇൻ ഹീമോഗ്ലോബിൻ സിന്തസിസ്. സിങ്കും കോപ്പർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോപ്പർ വെള്ളം കുടിച്ചാൽ അയണിന്റെ അബ്സോർപ്ഷൻ കൂടുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഹീമോഗ്ലോബിൻ സിന്തസൈസിന് വേണ്ടിയിട്ടുള്ള കോ ഫാക്ടർ ആണ്, സഹായിയാണ് സിങ്കും കോപ്പറും. ഓക്കെ, ഇനി സപ്ലിമെന്റിലേക്ക് പോകുമ്പോഴോ അത് നമുക്ക് നോക്കിയേക്കാം. ന്യൂട്രിചാർജ് വുമൻ. അപ്പൊ പുരുഷന്മാർക്ക് അനീമിക് ആയിട്ടുള്ള പുരുഷൻ എന്തായാലും കഴിക്കണം. അഥവാ നിങ്ങളുടെ ഹീമോഗ്ലോബിൻ, പുരുഷന്മാരോട് ശ്രദ്ധിക്കുക, പുരുഷന്മാരും ആൺകുട്ടികളും, നിങ്ങൾ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങളുടെ ഹീമോഗ്ലോബിൻ 13 ഗ്രാം പെർ ഡെസിലിറ്റർ ഓർ അതിന്റെ താഴെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ ന്യൂട്രിചാർജ് വുമൺ കഴിക്കണം. ഇനി എത്ര കാലം കഴിക്കണം? നിങ്ങളുടെ ഹീമോഗ്ലോബിൻ ലെവൽ 14 ഗ്രാം പെർ ഡെസിലിറ്റർ ആവുന്നത് വരെ. റൈറ്റ്? ആ ഹീമോഗ്ലോബിൻ ലെവൽ 14 ഗ്രാം പെർ ഡെസിലിറ്റർ പുരുഷന്മാർക്കും ആൺകുട്ടികൾ ആവുന്നത് വരെ ന്യൂട്രിചാർജ് വുമൺ കഴിക്കണം. 14 ഗ്രാം പെർ ഡെസിലിറ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ന്യൂട്രിചാർജ് മാൻ തന്നെ കഴിക്കാം. പിന്നെ ന്യൂട്രിചാർജ് വുമൺ കഴിക്കേണ്ട ആവശ്യമില്ല. എന്നാലും 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് അഥവാ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ന്യൂട്രിചാർജ് വുമൺ തന്നെ പോകണം. റൈറ്റ്? അപ്പൊ ഇത് ക്ലിയർ ആയിരിക്കല്ലോ എല്ലാവർക്കും? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ. പിന്നെ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡൈറ്റ് ഓർ ന്യൂട്രിചാർജ് ഓൾ പ്രോ, ന്യൂട്രിചാർജ് ഫോർ ദാറ്റ് മാറ്റർ എനി പ്രോട്ടീൻ വിൽ ഡു. പക്ഷെ ഇവിടെ കൊക്കോ പ്രോഡൈറ്റ്, സ്ട്രോബെറി പ്രോഡൈറ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീന്റെ അളവ് കൂടുതലായി കിട്ടും. നമുക്കറിയാലോ, അതിനകത്ത് 14.98 ഗ്രാം, ഏകദേശം 15 ഗ്രാം പ്രോട്ടീൻ കിട്ടും. ബാക്കി എല്ലാത്തിലും പ്രോട്ടീന്റെ അളവ് അല്പം കുറവാണ്. പക്ഷെ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കഴിച്ചാൽ, ഏത് ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡൈറ്റ് പ്ലസ് ന്യൂട്രിചാർജ് ഓൾ പ്രോ രാവിലെ, വൈകിട്ട് ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡൈറ്റ് പ്ലസ് ന്യൂട്രിചാർജ് ഓൾ പ്രോ വൈകിട്ട്, ഇല്ലെങ്കിൽ ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡൈറ്റ് ആൻഡ് ന്യൂട്രിചാർജ് ഓൾ പ്രോ രണ്ടും കൂടി ഒരുമിച്ച് രാവിലെ, വൈകിട്ട് ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡൈറ്റ് പ്ലസ് ന്യൂട്രിചാർജ് ഓൾ പ്രോ വൈകിട്ടും കൂടി കഴിച്ചാൽ പ്രോട്ടീൻ അതിഗംഭീരമായിട്ട് ശരീരത്തിൽ കിട്ടുകയും ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും ചെയ്യും. കാരണം 60 ഗ്രാം പ്രോട്ടീൻ വേണം ഒരു വ്യക്തിക്ക് ഒരു ദിവസം. നമ്മൾ അതിനേക്കാളും എത്രയോ കിലോമീറ്റർ പറയുകയുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ആരോഗ്യം ഉണ്ടാവും. ന്യൂട്രിചാർജ് വെജ് ഒമേഗ, അത് കോശങ്ങൾക്ക് അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടാവല്ലോ, കോശത്തിന്റെ സെൽ മെംബ്രെയിനിന് ന്യൂട്രിചാർജ് വെജ് ഒമേഗ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ന്യൂട്രിചാർജ് വെജ് ഒമേഗ കഴിക്കുക. എല്ലാ ദിവസവും 3 നേരം വെച്ച് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒന്ന്, ലഞ്ച് കഴിഞ്ഞിട്ട് ഒന്ന്, ഡിന്നർ കഴിഞ്ഞിട്ട് ഒന്ന്. ദെൻ ഗാമ ഒറിജിനോൾ, അതാണ് PVMFOA. ഓക്കെ, ഇത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പേ ഒരു 2 എണ്ണം കഴിക്കുക. ഇല്ലെങ്കിൽ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പേ, ഒന്ന് ഡിന്നറിന് മുമ്പേ കഴിക്കുക. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് എനിമിയ ഇൻ മെൻ. അപ്പോ എനിമിയ ഇൻ മെൻ ആൻഡ് എനിമിയ ഇൻ വിമൻ, അത് രണ്ടും നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറഞ്ഞു തന്നു. അത് സീഡ്സിന്റെ സിദ്ധാന്തത്തോടെ പറഞ്ഞു തന്നു. കാരണം ചുമ്മാതെ കുറിച്ച് പറഞ്ഞു പോയതല്ല. കാരണം ആ സീഡ്സിന്റെ സിദ്ധാന്തം ശരിക്ക് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സമഗ്രമായിട്ടുള്ള ആ എനിമയിൽ നിന്ന് മുക്തി നേടാൻ പറ്റും. ഇല്ലെങ്കിൽ ഏറെ കുറിച്ചാൽ എന്തൊക്കെയോ കുറച്ച് വ്യത്യാസങ്ങൾ വരിക എന്നല്ലാതെ സമ്പൂർണ്ണ രൂപത്തിൽ ആരോഗ്യവാനാവണമെങ്കിൽ, ആരോഗ്യവതി ആവണമെങ്കിൽ ഇവിടെ ഇരുന്ന എല്ലാ പെൺകുട്ടികളും സ്ത്രീയും ന്യൂട്രിചാർജ് വുമൺ, ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ് 2 നേരം, ന്യൂട്രിചാർജ് വെജ് ഒമേഗ 3 നേരം, ഗാമ ഒറിജിനോൾ 2 ഗുളിക, 2 ക്യാപ്സൂൾ ഇങ്ങനെ കഴിക്കണം. പുരുഷന്മാരാണെങ്കിലും ന്യൂട്രിചാർജ് വുമൺ 1 നേരം, എനിമിക് ആയിട്ടുള്ള ആളെ പറയുന്നത് ന്യൂട്രിചാർജ് വുമൺ 1 നേരം, പിന്നെ ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ് അല്ലെങ്കിൽ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ്, ന്യൂട്രിചാർജ് ഓൾ പ്രോ ഏതാണ് അത് കൂട്ടിയിട്ട് 2 നേരം, ന്യൂട്രിചാർജ് വെജ് ഒമേഗ 3 നേരം, ഗാമ ഒറിജിനോൾ 1 നേരം. ഇതാണ് നിങ്ങൾക്ക് സപ്ലിമെന്റിന്റെ രൂപത്തിൽ. ബാക്കി സീഡ്, SEED, ഓക്കെ, അത് കൃത്യമായിട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഈ സ്ലീപ്പ്, ഇമോഷണൽ വെൽബീങ്, എക്സസൈസ് ആൻഡ് ഡയറ്റ് ഫ്രീ ആയിട്ടല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. നിങ്ങൾക്കുള്ള ആകെ ചെലവെന്തുവാ? കുറച്ച് സപ്ലിമെന്റ് മേടിക്കാനുള്ളത് അല്ലേ? ഇനിയിപ്പോ നിങ്ങൾ പറയാ, സർ ഞാൻ ഈ സീഡ് ചെയ്തതോടെ, ഇത് ആദ്യത്തെ 4 ചെയ്തോടെ തന്നെ എനിക്ക് ആരോഗ്യം വന്നു, എന്റെ എല്ലാം മാറി, എന്നാ പിന്നെ സപ്ലിമെന്റ് കഴിക്കണ്ട. അത്രയും സിമ്പിൾ. ഇങ്ങനെയും തുറന്നാലും പറയൂ. പക്ഷെ എന്നാലും സപ്ലിമെന്റ് വേണ്ടി വരും. കാരണം അതാണ് അവസ്ഥ. നമ്മുടെ ശരീരം അങ്ങനെയാണുള്ളത് ഇപ്പോ. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഓൾ ആർ ഹെൽത്തി, മേക്ക് ഷുവർ യുവർ ഫാമിലി ഈസ് ഹെൽത്തി, ആൻഡ് മേക്ക് ഷുവർ വെൻ യു ആർ ഹെൽത്തി യുവർ ഫാമിലി ഈസ് ഹെൽത്തി, മേക്ക് ഷുവർ ദാറ്റ് യുവർ friends are healthy, your relatives are healthy, and your subordinate, coordinator, ആരൊക്കെ ഉണ്ടോ എല്ലാവരും everybody is healthy. So make sure that everybody becomes healthy. അതാണല്ലോ ഈ വർഷം എന്താണ്? സെഹത് ക്രാന്തി വർഷ് അല്ലെ? അപ്പൊ സെഹത് ക്രാന്തിയാണ്, ആരോഗ്യത്തിന്റെ പറയാ റെവല്യൂഷൻ ആണ്, ആരോഗ്യ വിപ്ലവ വർഷമാണ്. സോ ട്രൈ ടു ബി ഹെൽത്തി ആൻഡ് മേക്ക് പീപ്പിൾ ഹെൽത്തി, റൈറ്റ്? അപ്പോ നാളത്തെ സ്വാസ്ഥ്യ ക്രാന്തി ദിവസ് നമ്മൾ പറഞ്ഞില്ലേ, കണ്ടിന്യൂസ് 3 ദിവസം ആയിരിക്കുന്നു.
ഇന്ന് സീഡ്സിന്റെ എനിമിയ ഇൻ വുമൺ ആൻഡ് മെൻ ആണെങ്കിൽ നാളെ സീഡ്സ് ഡയബറ്റീസ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ മാക്സിമം ആൾക്കാരെ ഡയബറ്റീസ് ഉള്ളവരും ഇല്ലാത്തവരും അതിനെപ്പറ്റി സംശയമുള്ളവരെല്ലാം വരട്ടെ. ഈ സീഡ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈവൻ ഡയബറ്റീസ് ക്യാൻ ബി റിവേഴ്സിബിൾ. പണ്ടെന്താ പറഞ്ഞ ഡയബറ്റീസ് ഒന്നും ഒരിക്കലും മാറത്തില്ല എന്നല്ലേ, പക്ഷെ ദാറ്റ് ക്യാൻ ബി ചേഞ്ച്, ക്യാൻ റിവേഴ്സ്. ബട്ട് യു നീഡ് ടു ഫോളോ ഡയബറ്റീസ് സീഡ്സ് എന്നാൽ മാത്രം. അപ്പൊ അതിന് എന്താ വേണ്ടത്? നാളെ വൈകിട്ട് പ്രോഗ്രാമിലേക്ക് വരിക, സുഹൃത്തുക്കളുമായിട്ട് വരിക, കുടുംബസമേതം വരിക. സോ വിൽ സീ യു ദേർ. സോ താങ്ക് യു വെരി മച്ച് ഫോർ ടുഡേ ആൻഡ് ഓവർ ടു യു.